എല്ലാവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഇവരെയും നയിക്കുമാറാകട്ടെ. അപ്പോ ആത്മീയത എന്നുള്ള വിഷയം പലർക്കും പേടിയുള്ളതാണ്. ഈ ആത്മീയതയിലേക്ക് പോകുന്നവർക്കല്ല പേടി, അത് കണ്ടു നിൽക്കുന്നവർക്ക് പലപ്പോഴും പേടിയാണ്. ആത്മീയത എന്ന് വെച്ച് കഴിഞ്ഞാല് അത് സാധാരണ ജീവിതത്തിൽ നിന്നും നിത്യജീവിതത്തിൽ നിന്നും അകറ്റിക്കൊണ്ടുപോകുന്ന, സിദ്ധി കൂടി ഇരുത്തുന്ന, കുടുംബത്തെയൊക്കെ ഉപേക്ഷിച്ചു പോകുന്ന എന്തോ ഒരു വിപത്താണ് എന്ന രീതിയിൽ പലരും കരുതാറുണ്ട്. എന്നാൽ സ്വന്തം ജീവിതത്തിന്റെ മെച്ചപ്പെടലിന് വേണ്ടിയിട്ട്, അതായത് അപകടങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത്, ആപത്തുകൾ ഉണ്ടാകുമ്പോൾ, കഷ്ടപ്പാടുണ്ടാവുമ്പോൾ ഒരു അത്താണിയായിട്ട് പലരും കൊണ്ടു നടക്കാറുമുണ്ട്. അങ്ങനെ ഒരു എന്താ പറയാ, നാട്ടുനടപ്പിന്റെ ഒരു രീതിയാണ് ആത്മീയതയ്ക്ക് പൊതുവിൽ ഉള്ളത്. ആ ഒരു ബാനറിലാണ് അത് അറിയപ്പെടുന്നത്. ആത്മത്തെ അറിയുന്നത് എന്ന അർത്ഥത്തിൽ തന്നെയാണോ എല്ലാവരും അത് എടുക്കുന്നതെന്ന് അറിയില്ല. നമുക്ക് ചാരാനുള്ള ഒരു ഇടം, നമുക്ക് കഷ്ടപ്പാടും ദുരിതവും ഒക്കെ വരുന്ന സമയത്ത് ചാരി നിൽക്കാനുള്ള ഒരു ഇടമായിട്ടാണ് ആത്മീയത എന്നുള്ളത് പലരും മനസ്സിലാക്കുന്നത്. അതും അല്പം ഭീതിയുള്ളവര്, ഈ ചാരി നിൽക്കുന്നവരെപ്പോഴും ഈ സ്വതന്ത്രമായിട്ട് നട്ടെല്ലുയർത്തി നിൽക്കാൻ ശേഷിയില്ലാതെ ചാരി നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പലപ്പോഴും ആത്മീയതയിലേക്ക് തിരികെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പലരും നിന്ന് കണ്ടതുകൊണ്ടായിരിക്കും സമൂഹത്തിലെ പലർക്കും തന്റെ പ്രിയപ്പെട്ടവരെ ആത്മീയധാരയിലേക്ക് തിരിയുന്നത് കാണുമ്പോൾ പേടിയുണ്ടാകുന്നത്. പക്ഷെ ആത്മീയത എന്ന് പറയുന്ന ആ യഥാർത്ഥ വിഷയവും ഇന്ന് പ്രചാരത്തിലുള്ള ആത്മീയതയും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്. ഈ കേവല ആയിട്ടുള്ള ഭൗതികമായ നമ്മുടെ ജീവിതം ഉണ്ടല്ലോ, ഭൗതികമായ ജീവിതത്തിൽ നിന്നും തികച്ചും വിഭിന്നമായ ഒരു കാര്യമാണ് ആത്മീയത എന്ന ധാരണയാണ് പൊതുവിൽ ഉള്ളത്. പ്രത്യേകിച്ചും ഭൗതികവാദികൾക്കും ആത്മീയവാദികൾക്കും അതുണ്ട്. രണ്ടും വാദങ്ങളാണ്, ഭൗതികവാദവും ആത്മീയവാദവും. സത്യത്തിൽ ഇത് രണ്ടും വെവ്വേറെയാണ്. അവിടെ നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങണം. രണ്ടും രണ്ടാണ് എന്ന് വിചാരിക്കുന്നിടത്ത് ചോദിച്ചു തുടങ്ങണം. ആത്മീയതയെക്കുറിച്ച് ഒളിമ്പസിന്റെ ഒരു നിലപാടെന്ന് പറയുന്നത് ഏതാണ്ട് ഇങ്ങനെയാണ്: ഏതൊന്നിനെ എടുത്തു കഴിഞ്ഞാലും നമ്മൾ പേരിട്ട് വിളിക്കാവുന്ന ഒന്നിനെ കാണുന്നു. ഒരു മനുഷ്യനെ കാണുന്നു, അല്ലെങ്കിൽ ഒരു കല്ലിനെ കാണുന്നു, അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ കാണുന്നു. പേരിട്ട് വിളിക്കാവുന്ന ഒന്ന്, അതിനെ നമുക്ക് സത്ത എന്ന് പറയാം. സത്തായിട്ടുള്ളത് എന്തോ അത് സത്ത. ഒരു സത്തയെ നമ്മൾ കാണുന്നു. കാണുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ്. കണ്ണുകൊണ്ട് കാണുന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രസൻസ് ചെവി കൊണ്ട് കേൾക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ മറ്റിന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്നു. അതുണ്ട് എന്നുള്ളത് ഭൗതികമായി നമ്മൾ മനസ്സിലായി, നമുക്ക് അതിന്റെ ഒരു പ്രസൻസ് മനസ്സിലാക്കി. എന്നാൽ അത് എന്ത് ചെയ്യും, അതെന്തിനാണ് അവിടെ നിൽക്കുന്നത്, അത് എന്താണ് നമ്മളോട് കാണിക്കുന്നത് എന്തുകൂടെ അറിയേണ്ടതുണ്ടല്ലോ. അതറിയണമെങ്കിൽ ആ നിൽക്കുന്ന വസ്തു, അല്ലെങ്കിൽ ആ പേരിട്ട് വിളിച്ച സത്ത, അതിന്റെ അകത്തെന്താണുള്ളത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോ ഈ കാണുന്ന വ്യക്തി, ഈ സത്തയെ കാണുന്ന വ്യക്തി, ഈ കാണുന്ന വസ്തുവിനെ അല്ലെങ്കിൽ വസ്തുതയെ എന്താണ് അതിനകത്തുള്ളത്, ഈ കാണുന്നതിലും അധികമായി എന്താണുള്ളത് എന്നൊരു നിരീക്ഷണം നടത്തും. നമ്മളൊരു വ്യക്തിയെ കാണുകയാണെങ്കിൽ അയാൾ നല്ലവനാണോ ചീത്തയാണോ എന്നൊക്കെ നമ്മൾ വിലയിരുത്താറില്ലേ. അപ്പൊ കാണുന്ന രൂപമല്ല അയാളുടെ സ്വഭാവം എന്ന് പറയുന്നത് എന്ന് അറിയാവുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ വിലയിരുത്തുന്നത്, അല്ലെ? നല്ലതോ ചീത്തയോ, നല്ലതും ചീത്തയും നമ്മുടെ ജഡ്ജ്മെന്റ് ആണ്. എങ്കിലും നല്ലതോ ചീത്തയോ ആയിട്ട് നമ്മൾ അതിനെ ഗണിക്കുമ്പോ ആ ഗണിക്കപ്പെടുന്ന വസ്തുത എന്തോ അത് നമ്മൾ കാണുന്ന ആ രൂപത്തിന്റെ അളവിനും അധികമായിട്ടുള്ളതാണ്, അല്ലെ? നമ്മളൊരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ മനസ്സിലാവുക, ആ മനസ്സിലാകുന്ന അവസ്ഥയല്ല ഫോട്ടോ കണ്ടാൽ നമുക്ക് എന്താണോ മനസ്സിലാകുന്നത്, ആ അവസ്ഥയല്ല സത്യത്തിൽ അതിൽ ലീനമായിട്ടുള്ളത്, അതിൽ ഒതുങ്ങി നിൽക്കുന്നത്, അതിൽ അന്തർലീനമായിട്ടുള്ളത്, അതിൽ അടങ്ങിയിരിക്കുന്നത്. അത് കാണുന്നതിലും അധികമായിട്ടുള്ളതാണ്. ഈ വസ്തുവിന്റെ സ്വഭാവവിശേഷത്തെ, ഇതിന്റെ വ്യക്തിത്വത്തെ തീരുമാനിക്കുന്ന അതിൽ അടങ്ങിയിരിക്കുന്ന ആ ലീനമായിട്ടുള്ള ആ ഒരു പ്രത്യേകതയാണ്, സവിശേഷതയാണ്. അതാണ് അതിന്റെ ആത്മം എന്ന് നമുക്ക് പറയാവുന്നത്. കാണുന്ന സ്വഭാവവിശേഷം മാത്രമാണെന്നുള്ള അർത്ഥത്തില്ല, സ്വഭാവവിശേഷത്തിന്റെ കോറാണ് ആത്മം എന്ന് പറയുന്നത്. ഒരു വസ്തുവിനെ എടുത്തു കഴിഞ്ഞാൽ, ഏതൊരു പദാർത്ഥത്തെ എടുത്തു കഴിഞ്ഞാലും വസ്തുതയെ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഭൗതിക രൂപമുണ്ട്.
ഭൗതിക രൂപം എന്ന് പറയുമ്പോൾ അതിനൊരു ഘടനയുണ്ട്. ഈ ഘടനയെ തട്ടിയിട്ടാണ്, ഘടനയുടെ മുകളിൽ ശബ്ദം തട്ടുമ്പോൾ, ഘടനയുടെ മേലെ പ്രകാശം തട്ടുമ്പോൾ, ആ ഘടനയുടെ മുകളിൽ മറ്റെന്തെങ്കിലുമൊക്കെ തട്ടുന്ന സമയത്ത് അത് പ്രതിഫലിച്ച് കിട്ടുന്ന, നമുക്ക് അതിനെക്കുറിച്ച് കിട്ടുന്ന അളവ്, അതിന്റെ മാനം, അതാണ് അതിന്റെ ഭൗതിക രൂപമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ആ ഭൗതിക രൂപത്തെ ഉരുവാക്കിയത് എന്താണ്? ഒരു പഞ്ഞിക്കെട്ടാണെന്നിരിക്കട്ടെ. ഒരു പഞ്ഞിക്കെട്ടാണെങ്കിൽ ആ പഞ്ഞിയെ ആ രൂപത്തിലാക്കി നിർത്തുന്നത് അതിന്റെ ആ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. വളരെ ആഴത്തിലേക്ക് പോകുന്നില്ല, പെരിഫറലായിട്ട് പറഞ്ഞു പോവാ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. പഞ്ഞി എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വസ്തുവാണ്. അപ്പോൾ സോഫ്റ്റ്നെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്, സോഫ്റ്റ് ആയിട്ടുള്ള ഘടനയാണ് അതിനകത്തുള്ളത്. വജ്രമാണെങ്കിൽ അതിന് ഏറ്റവും കഠിനമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പോ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയോ കഠിനമായിട്ടുള്ള ഒരു അവസ്ഥയോ കൊണ്ട് അതിന് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ഘടന, രൂപീകരണം അതിനകത്തുണ്ടായിട്ടുണ്ട്. അപ്പോ ഭൗതിക രൂപത്തിന്റെ പിന്നിൽ ആ ഭൗതിക രൂപത്തെ ഘടന ചെയ്തിട്ടുള്ളത്, സംഘടിപ്പിച്ചിട്ടുള്ളത് ആയിട്ടുള്ളത് എന്തോ ഉണ്ട്. എന്റെ ശരീരത്തില് ആ സംഘടിപ്പിച്ചിട്ടുള്ള ആ ഒരു അവസ്ഥയെ സംഘാടനം എന്നല്ല നമ്മൾ പറയുക, അതിനെ ജീവൻ എന്നാ പറയുക. ഇപ്പൊ ഒരു കല്ലിനെ എടുക്കുകയാണെങ്കിൽ ആ കല്ലിന്റെ ഘടന എന്താണോ ആ ഘടനയെ ഘടിപ്പിച്ചതിനെ നമ്മൾ ജീവൻ എന്ന് സാധാരണ വിളിക്കാറില്ല. എങ്കിലും അത് അങ്ങനെ അതിന്റെ ആ കല്ല് ഉണ്ടായിട്ടുള്ള ആ ഒരു അവസ്ഥയെ നമ്മൾ സാധാരണ ഫോർമേഷൻ എന്ന് പറയും, രൂപീകരണം എന്ന് പറയും. അപ്പോ ഈ കല്ല് അല്ലെങ്കിൽ ആ വസ്തു എന്നുള്ള സംഭവത്തെ രൂപീകരിച്ചത് എന്താണോ ആ രൂപീകരിച്ച ആ ഒരു അവസ്ഥയുണ്ടല്ലോ, സംഘാടനം. ഈ സംഘാടനമാണ് ഇതിന്റെ സ്വഭാവവിശേഷത്തെ പ്രകടമാക്കുന്നത്. അപ്പോ സ്വഭാവവിശേഷത്തെ പ്രകടമാക്കുന്നത് എന്ന അർത്ഥത്തിൽ, ഓരോന്നിലും പ്രകടമായി കാണുന്നത് എന്ന അർത്ഥത്തിൽ പ്രതിഭാസം എന്ന് നമ്മൾ അതിനെ പറയാറുണ്ട്. പ്രതിഭാസം, ഓരോന്നിലും തെളിഞ്ഞു കാണുന്നത് എന്നർത്ഥത്തിൽ. തൽക്കാലം നമ്മൾ ഉദാഹരിക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരം വെച്ചിട്ടാണ് എന്ന് വിചാരിക്കുക. ഞാൻ ഈ പറഞ്ഞു പോകുന്ന കാര്യത്തിൽ ഒരു മനുഷ്യന്റെ ശരീരം വെച്ചിട്ടാണ് പറയുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ശരീരമാണ് ഇതിന്റെ ഘടന. ശരീരത്തെ എങ്ങനെ ഘടിപ്പിച്ചത് എന്താണ്? ജീവനാണ്. അപ്പൊ ഈ ഘടനയല്ലാത്തൊരു മാനമാണ് ഈ ജീവനുള്ളത്. ഞാൻ കാണുന്ന ഒരു മനുഷ്യ ശരീരത്തില് ഒരു മാനമാണ് അതിന്റെ ഭൗതിക ഘടനയെങ്കിൽ മറ്റൊരു മാനം എന്ന് വെച്ചാൽ അളവുകോൽ, ആ അളവാണ് ഈ ജീവൻ എന്ന് പറയുന്നത്. ജീവനില്ലാത്ത ശരീരത്തെ നമ്മൾ ശവശരീരം എന്ന് പറയും. മരിച്ചുപോയ ഒരാളെ നമ്മൾ ശരീരമായിട്ട് മാത്രമേ, മൃതശരീരമായിട്ട് കണക്കാക്കൂ. അതിനെ ഒരു സമ്പൂർണ്ണ സത്തയായിട്ട്, ഒരു വ്യക്തിത്വമായിട്ട് കണക്കാക്കില്ല. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ സന്തോഷ് ഒളിമ്പസിന്റെ ശരീരം എന്ന് പറയും, സന്തോഷ് ഒളിമ്പസ് എന്നുള്ള വ്യക്തിയായിട്ട് അത് കണക്കാക്കപ്പെടില്ല. അപ്പോ ഈ സ്വഭാവവിശേഷം അടങ്ങുന്നത് അല്ലെങ്കിൽ സ്വഭാവവിശേഷത്തെ വെളിപ്പെടുത്തുന്നത് ആ ജീവനാണ്, സംഘാടനമാണ്. അപ്പൊ അതാണ് രണ്ടാമത്തെ മാനം. ഈ രണ്ടാമത്തെ മാനം ആയിട്ടുള്ള ആ ഒന്നിന്റെ പ്രത്യേകതകളെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ആത്മം എന്ന് പറയുന്നത്. അപ്പോ ഭൗതികത എന്ന് പറയുന്നത് അതിന്റെ ഭൗതിക ഘടനയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ആ ഭൗതിക ഘടനയ്ക്ക് സവിശേഷ സ്വഭാവം നൽകുന്ന രൂപീകരണം, അത് പ്രകടിപ്പിക്കുന്ന സ്വഭാവ വിശേഷങ്ങൾ, ഇവയെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മളതിനെ സംഘാടനം എന്ന് പറഞ്ഞത്, ജീവൻ എന്ന് പറഞ്ഞത്. അതിന്റെ തന്നെ ആ കോർ ആയിട്ടുള്ള ആ ഒരു തത്വമുണ്ടല്ലോ, ആ തത്വത്തെയാണ് നമ്മൾ ആത്മം എന്ന് പറയുന്നത്. ഈ ആത്മത്തെ സംബന്ധിച്ചത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ആത്മീയതയാണ്. ഈ ഭൗതിക രൂപത്തെ സംബന്ധിച്ചത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഭൗതികതയാണ്. നോക്കൂ, നിങ്ങൾ ഒരു വ്യക്തിയെ എടുക്കുന്നു. ഈ ഒരു വ്യക്തിയെ എടുത്തിട്ട് ശരീരം മാത്രം വെച്ചിട്ട് ഇതാണ് ആ വ്യക്തി എന്ന് പറയുന്നത് ശരിയാണോ? ഇനി അതല്ല, നമ്മൾ എടുക്കുന്നു, അയാളുടെ ശരീരത്തിനകത്തെ ജീവനെ എടുക്കുന്നു. ആ ജീവനെ മാത്രം കണ്ടുകൊണ്ട് നമ്മൾ പറയുകയാണ് ഇതാണ് ആ വ്യക്തി എന്ന് പറയണമെങ്കിൽ അത് ശരിയാണോ? ശരിയാണ്, പൂർണ്ണമല്ല. അപ്പോ ഒരു വസ്തുവിനെ കാണുമ്പോൾ അത് പൂർണ്ണമാണ് എന്ന് നമ്മൾ പറയണമെങ്കിൽ, പ്രാഥമിക രൂപത്തിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ പൂർണ്ണമാണ് എന്ന് പറയണമെങ്കിൽ അതിന്റെ ഭൗതിക രൂപവും അതിന്റെ ഘടനാപരമായ സംഘാടനപരമായ രൂപവും, ഘടനാപരമായ രൂപമല്ല സംഘാടനപരമായ അതിന്റെ പ്രവർത്തനവും ചേർന്നു വരണം. അതായത് ഭൗതികതയും ആത്മീയതയും ചേർന്നു വരണം. ഇവ തമ്മിൽ ചേർത്ത് കൃത്യമായി ബോധ്യപ്പെടുമ്പോഴാണ് ഈ സത്ത സമ്പൂർണമാകുന്നത് എന്ന് തൽക്കാലത്തേക്ക് പറയാം. എന്താണ് ഈ തൽക്കാലം എന്ന് പറയാൻ കാര്യം? ഇത് രണ്ടു മാത്രമാണോ? പൊതുവേദിയിലെ ചർച്ച, പൊതുവായിട്ടുള്ള ലോകത്ത് നമ്മൾ ഇതിനെ ചർച്ച ചെയ്യുന്നത് എപ്പോഴും
ഈ രണ്ട് കാര്യങ്ങളുടെ ഒരു കോൺഫ്ലിക്റ്റ് വെച്ചിട്ടാണ്, ഭൗതികതയും ആത്മീയതയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് വെച്ചിട്ടാണ്. അപ്പോ ഭൗതിക രൂപം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഭൗതികതയുടെ പ്രത്യേകതകളെ ഉപജീവിച്ച് പോകുന്ന ആളുകൾ ഭൗതികവാദികളായും ആത്മീയതയുടെ പ്രത്യേകതകളെ ഉപജീവിച്ചു പോകുന്നവർ ആത്മീയവാദികളായും തമ്മിൽ തല്ലിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഇത് രണ്ടും മാത്രമല്ല അതിനെ പൂർണ്ണമാക്കുന്നത്. ഇനിയും മറ്റു മാനങ്ങളുണ്ട്. അതറിയണമെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ കൂടെ അറിയേണ്ടതുണ്ട്. അത് വിശദീകരിക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം. അതിന്റെ വിശദീകരണം വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചോദ്യോത്തരയുടെ സമയത്താകാം. നമ്മൾ കൂടുകൾക്കകത്ത് കൂടുകളായിട്ടുള്ള ഒരു ഘടനയെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സുകളെല്ലാം പറയാറുണ്ട് കൂടുകൾക്കകത്ത് കൂടുകളായി നിൽക്കുന്ന ഒറ്റ ഒരു സിംഗുലർ ആയിട്ടുള്ള ഒരു സത്തയാണ് ഇത്. പക്ഷെ അത് പലയിടങ്ങളിൽ പല തലങ്ങളിൽ ബഹുത്വത്തോടു കൂടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് അദ്വൈതവും ദ്വൈതവും ഒരേ സമയത്ത് നിലനിൽക്കുന്നത്. എല്ലാം ഒന്നാണെന്ന് പറയുന്നത് അദ്വൈതവും ഇവയെല്ലാം ബഹുവായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് അദ്വൈതവും. ഇതിൽ ഏതെങ്കിലും ഒന്നാണോ ശരിയെന്ന് ചോദിച്ചാൽ അല്ല, രണ്ടും ഒരേ സമയത്ത് ശരിയാണ്. രണ്ടും കൂടെ ചേർന്നാലേ അത് പൂർണ്ണമാവുകയുള്ളൂ എന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ കൂടുകൾക്കകത്ത് കൂടുകളായി നിൽക്കുന്ന ഒരവസ്ഥയിൽ ഈ ഏകത്വവും ബഹുത്വവും നമുക്ക് കാണാൻ കഴിയും. ഏകമായി നിൽക്കുന്നത് ശരീരം, പ്രപഞ്ച ശരീരമെങ്കിൽ അത്, നമ്മുടെ ശരീരത്തെ എടുക്കുകയാണെങ്കിൽ അത് ഏകമായി നിൽക്കുമ്പോൾ എന്റെ ശരീരം, ബഹുവായി നിൽക്കുകയാണെങ്കിൽ എന്റെ അവയവങ്ങൾ, അവയ്ക്കകത്ത് കലകൾ, അവയ്ക്കകത്ത് കോശങ്ങൾ തുടങ്ങി ഇങ്ങനെ ഒരു ക്രമം. പ്രപഞ്ചത്തെ എടുക്കുകയാണെങ്കിൽ പ്രപഞ്ചത്തിനകത്ത് കുറെ ഗാലക്സികൾ, അതിനകത്ത് കുറെ സൗരയൂഥങ്ങൾ, അതിനകത്ത് കുറെ ഗ്രഹങ്ങൾ, അതിനകത്ത് ഈ ഭൗമ സംവിധാനത്തിനകത്ത് കുറെ ജീവരാശികള്, അതിനകത്ത് മനുഷ്യന്റെ രാശി, അതിനകത്ത് മനുഷ്യൻ, അതിനകത്ത് അവയവങ്ങൾ, അതിനകത്ത് കലകൾ, അതിനകത്ത് ഇങ്ങനെ കൂടുകൾക്കകത്ത് കൂടുകളായി വരുന്ന ഒരവസ്ഥയിൽ നമുക്ക് ഈ ബഹുത്വം കാണാൻ കഴിയും. ബഹുത്വം എന്ന് പറയുന്നത് എന്താണ്? ഒന്നിന്റെ തന്നെ നമ്മളിങ്ങനെ വേർതിരിച്ച് ബോധ്യപ്പെടാനായിട്ട് ഇങ്ങനെ തുറന്നു വെച്ചിട്ടുള്ള ഒരവസ്ഥ. മനസ്സിലാക്കാൻ വേണ്ടി ഇതിനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു അവസ്ഥ മനസ്സിലാകാൻ വേണ്ടി. അങ്ങനെയാണ് ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂടുകൾക്കകത്ത് കൂടുകളായിട്ടുള്ള ക്രമീകരണത്തെ ഇങ്ങനെയാക്കി വെച്ചിട്ടുള്ളത്. ഇതിൽ എന്റെ ശരീരത്തിന്റെ ഒരു അവയവമാണ് കൈ. എന്റെ ശരീരത്തെ സെർവ് ചെയ്യുക എന്നുള്ളതാണ് കൈയുടെ ഉത്തരവാദിത്വം. എന്റെ കൈക്ക് ആവശ്യമുള്ള, എന്റെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എന്റെ കൈയുടെ ഉത്തരവാദിത്വം. അപ്പോ എന്റെ ശരീരത്തിനെ സെർവ് ചെയ്യുക എന്നുള്ളതാണ് കൈയുടെ ഉത്തരവാദിത്വം അഥവാ ധർമ്മം. ഈ ധർമ്മം നടപ്പിലാക്കാൻ വേണ്ടിയാണ് കൈ ഉണ്ടായിട്ടുള്ളത്. ഈ കൂടുകൾക്കകത്ത് കൂടുകളായിട്ടുള്ള ഘടനയിൽ ഓരോ തലവും, അതിനെ നമ്മൾ വ്യവസ്ഥകൾ എന്ന് വിളിക്കും. ഓരോ തലത്തെയും വ്യവസ്ഥ എന്ന് വിളിക്കും. ആ ഓരോ തലവും ഉണ്ടായിട്ടുള്ളത് അതിന്റെ ഉപരിയായിട്ടുള്ള വ്യവസ്ഥയുടെ, അതായത് ഞാൻ ഉണ്ടായിട്ടുള്ളത് എന്റെ ഉപരിയായ വ്യവസ്ഥ. തൽക്കാലത്തേക്ക് ഭൂമി എന്ന് എടുക്കുക. അതിനിടയിൽ പല തലങ്ങളുണ്ട്. തൽക്കാലം പെട്ടെന്ന് മനസ്സിലാകാത്തത് കൊണ്ട് ഭൂമി എന്നെടുക്കുക, അല്ലെങ്കിൽ പ്രകൃതി എന്നെടുക്കുക. പ്രകൃതി എന്ന വ്യവസ്ഥയുടെ അകത്താണ് ഞാൻ എന്നുള്ള വ്യവസ്ഥ. ഏതുപോലെ എന്റെ കൈക്കകത്താണ്, എന്റെ ശരീരത്തിനകത്താണ് കൈ എന്നതുപോലെ, കൈക്കകത്താണ് കലകൾ എന്നതുപോലെ, കലകൾക്കകത്താണ് കോശങ്ങൾ എന്നതുപോലെ ഭൂമിക്കകത്താണ് ഞാൻ. ഭൂമിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഉണ്ടായിട്ടുണ്ടായിരിക്കുക. ഏതുപോലെ ശരീരത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് കൈ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ശരീരത്തിന്റെ ആവശ്യം എന്താണോ ആ ആവശ്യം നടപ്പിലാക്കുക എന്നുള്ളതാണ് കൈയുടെ ധർമ്മം. ഈ ധർമ്മം നടപ്പിലാക്കാൻ വേണ്ടിയാണ് കൈ ഉണ്ടായിട്ടുള്ളത്. കയ്യെ ഉണ്ടാക്കിയിട്ടുള്ളത് ധർമ്മം നടപ്പിലാക്കാനാണ്. അപ്പോ ഞാൻ ഉണ്ടായിട്ടുള്ളതും ആ ഉപരി വ്യവസ്ഥയുടെ ഒരു ആവശ്യം നടപ്പിലാക്കാൻ വേണ്ടിയാണ്. ആ ആവശ്യം എന്താണോ അതാണ് എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശ്യം അഥവാ പർപ്പസ്. അപ്പൊ പർപ്പസിന് വേണ്ടിയാണ് ഇത് ഉണ്ടാകുന്നത്. പക്ഷെ ഭൗതിക രീതിയിൽ നമ്മൾ ഇതിനെ കണക്കാക്കിയാൽ, നമ്മൾ രണ്ട് വസ്തുക്കളെ തമ്മിൽ കൂട്ടിമുട്ടിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രവർത്തനം, അത് ചിലപ്പോൾ സ്പാർക്ക് ആവാം, അല്ലെങ്കിൽ ഒരു ചൂടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പ്രവർത്തനം നടക്കുന്നു എന്നിരിക്കട്ടെ. രണ്ട് വസ്തുക്കൾ കൂടി ചേർന്നത് കൊണ്ടാണ്, അവ കൂട്ടി ഇടിച്ചപ്പോഴാണ് ഈ ഇതുണ്ടായത് എന്ന് നമുക്ക് പറയാം. പക്ഷെ ഈ രീതിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്റെ കൈ ഉണ്ടാകുന്നത് ശരീരത്തിന്റെ ആവശ്യത്തിനു വേണ്ടിയാണ്, അല്ലാതെ കേവല യാദർശികതയല്ല. തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ ഉണ്ടായ ഒന്നല്ല എന്റെ കൈ. ഇതുപോലെ ഞാൻ ഉണ്ടായിട്ടുള്ളത് ഉപരിവ്യവസ്ഥയുടെ ആവശ്യപ്രകാരമാണ്. അത് ആ ആവശ്യം നിർവഹിക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ എന്നിൽ എന്റെ ചുറ്റുമുണ്ടായപ്പോൾ, അതായത് ഭൂമിക്കകത്തുണ്ടായപ്പോൾ ഞാൻ ഉണ്ടായി. അപ്പൊ ഈ വിധത്തിലുള്ള ഒരു ഈ കാരണങ്ങളുടെ ക്രമത്തിൽ ഒരു എന്താ പറയാ തിരിച്ചിടൽ അവിടെ നടക്കുന്നുണ്ട്. അപ്പോ ഭൗതിക രീതിയിൽ കാണുന്ന സമയത്ത് ഒന്ന് പ്രവർത്തിച്ചത് കൊണ്ട് മറ്റൊന്നുണ്ടായി എന്ന് പറയുമ്പോൾ, ആത്മീയ രീതിയിൽ നമ്മൾ അതിനെ കാണുന്ന സമയത്ത് ഒന്നിനു വേണ്ടിയാണ് മറ്റൊന്ന് ഒരു പ്രവർത്തനം ഉണ്ടായത്. കൈക്ക് വേണ്ടിയാണ് ശരീരത്തിന്റെ ആ പ്രവർത്തനം ഉണ്ടായത് എന്ന് നമ്മൾ പറയേണ്ടി വരും. അല്ലെങ്കിൽ ശരീരം നിർമ്മിച്ചതാണ്
ഈ കൈ എന്ന് നമ്മൾ പറയേണ്ടി വരും. ഇതിലേതാണ് ശരി? രണ്ടും ശരിയാണ്. രണ്ടും ഒന്നു ചേർന്ന ഒരു ശരിയുണ്ട്. ആ ശരിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഉപരിവ്യവസ്ഥയുടെ ഒരാവശ്യത്തിന് വേണ്ടി, പർപ്പസിന് വേണ്ടിയാണ് ഇവിടെ രൂപീകരണം നടത്തുന്നത്. അപ്പോ രൂപീകരണം നടത്തിയതാണ്, അതിന്റെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞു ജീവൻ എന്ന്. അതിന്റെ കോറിനെ നമ്മൾ ആത്മമെന്നും പറഞ്ഞു. ഈ ചിന്താ പദ്ധതിയെ ആത്മീയത എന്ന് പറഞ്ഞു. അപ്പോ ആത്മത്തിൽ നിന്നും ആ ആവശ്യത്തിനനുസരിച്ച്, ആ സംഘാടനത്തിനനുസരിച്ച് ശരീരമുണ്ടായി. എന്തിനാണ് ഉണ്ടായത്? ഒരാവശ്യം നിർവഹിക്കാൻ വേണ്ടി. ആവശ്യം നിർവഹിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ആവശ്യം നിർവഹിക്കുന്നതിനെയാണ് നമ്മൾ ധർമ്മം എന്ന് പറയുന്നത്. ഈ ധർമ്മ പദ്ധതിയില്ലേ, ധർമ്മ പദ്ധതി, ധർമ്മം നടപ്പിലാക്കണമല്ലോ. ധർമ്മം നടപ്പിലാക്കാൻ നമ്മൾ എന്തോ ചെയ്യേണ്ടതുണ്ട്. ആ ചെയ്യുന്നതിനെയാണ് നമ്മൾ കർമ്മം എന്ന് പറയുക. ധർമ്മത്തെ കർമ്മമാക്കി മാറ്റുക എന്നൊരു പ്രവർത്തനം വേണം, ആവശ്യമുണ്ട്. ധർമ്മത്തെ കർമ്മമാക്കി മാറ്റുക എന്നുള്ള പ്രവർത്തനത്തെയാണ് നമ്മൾ മനസ്സെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. ഇപ്പോ ഭൗതിക ശരീരമുണ്ടെന്ന് പറഞ്ഞു. ഈ ഭൗതിക ശരീരത്തെ രൂപീകരിക്കുന്നത്, ഇപ്പൊ രൂപീകരണം എന്നുള്ളത് ഭൗതിക വസ്തുവല്ല. രൂപീകരണം എന്നുള്ളത് കാര്യകാരണങ്ങളോടുകൂടി ഇതിനെ രൂപീകരിച്ച ആ പ്രവർത്തന തത്വമാണ്. ആ പ്രവർത്തന തത്വം ഇതിനെ രൂപീകരിച്ചു. എന്തിനാ രൂപീകരിച്ചത്? ഒരു പ്രത്യേക പ്രവൃത്തി ചെയ്യാൻ. ആ പ്രവൃത്തി ചെയ്യാൻ രണ്ട് ഘട്ടങ്ങൾ പറഞ്ഞു, ധർമ്മവും കർമ്മവും. ധർമ്മത്തെ കർമ്മമാക്കി മാറ്റലാണ് ഈ മനസ്സെന്ന് പറഞ്ഞത് എന്നും ഞാൻ പറഞ്ഞു. അപ്പോ ധർമ്മത്തെ കർമ്മമാക്കി മാറ്റുന്ന ആ മനസ്സെന്ന് പറയുന്നതിനെ നമ്മൾ ധർമ്മ പദ്ധതി എന്ന് പറയാം. തൽക്കാലത്തേക്ക് മനസ്സെന്ന് പറയാം. അപ്പോ ശരീരം എന്നുള്ളത്, ജീവനുള്ളത് പറഞ്ഞതുപോലെ മൂന്നാമത്തെ മാനമാണ് മനസ്സെന്ന് പറയുന്നത്. മൂന്നാമത്തെ മാനം. അതുകൊണ്ടാണ് രണ്ടാണോ എന്ന് നമ്മൾ നേരത്തെ ചോദിച്ചില്ലേ? രണ്ടല്ല, രണ്ടിലും അധികമുണ്ട്. രണ്ടിലും അധികം മാനങ്ങളുണ്ട് എന്ന് പറയുന്നത്. ഈ മനസ്സ് എന്നുള്ളതാണ് ഇത് ധർമ്മ പദ്ധതി എന്നുള്ള രീതിയിൽ ഇന്ന് നടപ്പിലാക്കുന്നത്. ഈ ധർമ്മ പദ്ധതി എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് നടപ്പിലാക്കുക, എപ്പോഴാണ്, എവിടെയാണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനമെടുക്കുന്നത് ഈ ജൈവ ശരീരത്തിന്റെ, അല്ലെങ്കിൽ ഏതൊരു ശരീരമാണോ ആ ശരീരത്തിന്റെ, ഈ അല്ലെങ്കിൽ ഈ സത്ത എന്താണോ ആ സത്തയുടെ അനുരൂപനം പൊരുത്തപ്പെടാനുള്ള ശേഷിക്കനുസരിച്ചാണ്. എന്തിനാണ് പൊരുത്തപ്പെടുന്നത്? ഉപരിവ്യവസ്ഥയുടെ, ഇപ്പൊ നമ്മുടെ ശരീരത്തെ എടുക്കുകയാണെങ്കിൽ ശരീരത്തിന് സൗഖ്യമുണ്ടാവണം, ശരീരത്തിന് സുഖമുണ്ടാവണം, ശരീരത്തിന് ശാന്തി ഉണ്ടാവണം, നിലനിൽപ്പുണ്ടാവണം. ഇതിനു വേണ്ടി ഞാൻ എന്റെ ചുറ്റുപാടുമായിട്ട് പൊരുത്തമാകേണ്ടതുണ്ട്. ആ പൊരുത്തപ്പെടലിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ധർമ്മം ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ പൊരുത്തമാവുക എന്ന് പറയുന്ന, അനുരൂപകത്വം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോ എവിടെയാണ് പൊരുത്തമാകേണ്ടത്, എത്രത്തോളമാണ് പൊരുത്തമാകേണ്ടത്, എങ്ങനെയാണ് പൊരുത്തമാകേണ്ടത് എന്ന് തുടങ്ങിയ കാര്യങ്ങളുടെ ഒരു വിചാര പദ്ധതി അവിടെ ഉണ്ടാകേണ്ടി വരുന്നു. അവിടെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്, കോഗ്നിറ്റീവ് പ്രോസസ് എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. ഈ ജ്ഞാനത്തെ തന്നെയാണ് നമ്മൾ സാധാരണ രീതിയിൽ, ജ്ഞാനം പല ഘട്ടങ്ങളുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ ഇപ്പൊ പ്രതിപാദിക്കുന്നില്ല. എങ്കിലും ജ്ഞാനത്തെ നമ്മൾ സാധാരണ രീതിയിൽ അറിയുന്നത് ബോധം എന്ന രൂപത്തിലാണ്. ജ്ഞാനത്തിന് പല തലങ്ങളുണ്ട്. ശീലങ്ങൾ ജ്ഞാനമാണ്, വിശ്വാസങ്ങൾ ജ്ഞാനമാണ്, നമ്മുടെ ഭാവന ജ്ഞാനമാണ്, നമ്മുടെ സ്ഥിതിവിവരങ്ങൾ ജ്ഞാനമാണ്, നമ്മുടെ വെളിപാടുകൾ ജ്ഞാനമാണ്, നമ്മുടെ തഴക്കങ്ങൾ ജ്ഞാനമാണ്, നമ്മുടെ വഴക്കങ്ങൾ ജ്ഞാനമാണ്. ഇതെല്ലാം ജ്ഞാനം എന്നുള്ള ആ പട്ടികയിൽ വരുന്നതാണ്. പക്ഷെ ഇവയെല്ലാം കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ബോധം എന്ന രൂപത്തിലാണ്. അതിനെ പലപ്പോഴും അവബോധം എന്നൊക്കെ നമ്മൾ വിളിക്കാറുമുണ്ട്. ബോധം, നമുക്ക് ബോധമുണ്ടായി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബോധം എന്ന് പറയുന്ന ആ ഒന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന സത്തയുടെ നാലാമത്തെ മാനമാണ്. അപ്പോ ആദ്യത്തേത് ശരീരം എന്ന മാനം, രണ്ടാമത്തേത് ജീവൻ എന്ന മാനം. തിരിച്ചാണ് വരിക. ജീവൻ എന്ന മാനം കഴിഞ്ഞിട്ടാണ് ശരീരം. പക്ഷെ നമുക്ക് പറഞ്ഞു തുടങ്ങുമ്പോൾ ശരീരം പറയണമല്ലോ ആദ്യം, എന്നാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ശരീരത്തെ ആദ്യം പറഞ്ഞു, ശരീരം എന്ന മാനം, അതിനുശേഷം ജീവൻ എന്ന മാനം, പിന്നെ അത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ആ ധർമ്മ പദ്ധതിയെ നമ്മൾ മനസ്സെന്ന മാനമായിട്ട് കണക്കാക്കുന്നു. അത് എവിടെ, എപ്പോൾ, എങ്ങനെ നടപ്പിലാക്കണം എന്ന് പറയുന്ന ജ്ഞാന പദ്ധതിയെ നമ്മൾ ബോധമെന്ന് മനസ്സിലാക്കുന്നു. ഇനിയോ എന്തളവിൽ, എങ്ങനെ, ഏത് രൂപത്തിൽ ഇത് മറ്റുള്ളവയുമായി പൊരുത്തമാകണം, മറ്റുള്ളവയുമായി പൊരുത്തമാവുക, മറ്റുള്ളവയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുക എന്ന് പറയുന്നതിനാണ് ഇന്ററാക്ഷൻ എന്ന് പറയും, ഫണ്ടമെന്റൽ ഇന്ററാക്ഷൻ എന്ന് പറയും. ആ ഫണ്ടമെന്റൽ ഇന്ററാക്ഷൻ ചെയ്യാനുള്ള അതിന്റെ കപ്പാസിറ്റി, അതിന്റെ ശേഷി, അതിനെയാണ് നമ്മൾ ചൈതന്യം എന്ന് പറയുക. ശക്തി, ഊർജം എന്ന രീതിയിലൊക്കെ നമുക്കതിനെ വ്യാഖ്യാനിക്കാം. അതാണ് അഞ്ചാമത്തെ മാനം. അപ്പോ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നത്. ഈ ഭൗതികമായ രൂപം, ഇതിന്റെ ജൈവമായ രൂപം, അതിനെ
കുറച്ചുകൂടെ മാറ്റി അതിന്റെ ഗുണവിശേഷങ്ങളെ ഒന്ന് തേച്ചു മിനുക്കിയൊക്കെ പറഞ്ഞാൽ ആത്മീയമായ രൂപം, മാനസികമായ രൂപം, ജ്ഞാനീയമായ രൂപം, ചൈതന്യപരമായ രൂപം, ഇങ്ങനെ 5 രൂപങ്ങൾ ചേർന്നിട്ടാണ് ഒരു സത്ത ഉണ്ടാവുക. സത്യത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ ആകുന്നതിന് മുമ്പ് തന്നെ ഒരു സത്ത ഉണ്ടാകുമ്പോൾ ആദ്യം ഡിഫൈൻ ചെയ്യപ്പെടുന്നത്, ആ ഒരു സത്തയുടെ രൂപീകരണത്തിൽ ആദ്യം തന്നെ പറയപ്പെടുന്നത് അതിന്റെ സ്ഥലം, കാലം, രൂപം, ഭാവം, ഭവം എന്ന് പറയുന്ന 5 മാനങ്ങളാണ്. ഈ 5 മാനങ്ങളെ വെച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. അത് തൽക്കാലം അവിടെ ഇരിക്കട്ടെ. ഈ 5 മാനങ്ങൾ വെച്ചിട്ടാണ് ഏതൊരു കാര്യത്തെയും നമ്മൾ രൂപപ്പെടുത്തുക. നമ്മളൊരു ഒരു പുതിയൊരു വസ്തുവിനെ ഉണ്ടാക്കുന്നതിൽ എവിടെ, എപ്പോൾ, എങ്ങനെ എന്നുള്ള കാര്യങ്ങൾ. ഇതിനനുസരിച്ചാണ് ബോധം ജീവനെ രൂപീകരിക്കുന്നത്. അപ്പോ ജീവന് മുമ്പ് ബോധമുണ്ടെന്നുള്ളൊരവസ്ഥ വരുമല്ലോ. അപ്പോ ബോധം, ജീവൻ, ശരീരം, മനസ്സ്, ചൈതന്യം എന്ന് പറയുന്ന രീതിയിൽ 5 ക്രമങ്ങൾ വരുന്നു. സത്യത്തിൽ ഇതിൽ ഏതാണ് ആദ്യത്തേത്, ഏതാണ് പിന്നീട് വരുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. ഇവയെല്ലാം ഒരുമിച്ച് തന്നെയാണ് നിൽക്കുന്നത്. ഓരോരോ മുഖങ്ങളാണ്, ഓരോരോ പ്രവർത്തന തലങ്ങളാണ്. ഇവയെ 5ഉം ചേർന്നതാണ് ഒരു സത്ത. ഞാൻ ആദ്യം പറഞ്ഞു ഭൗതികതയും ആത്മീയതയും ചേർന്നതാണ് ഒരു സത്ത എന്നുള്ളത്. ഒളിമ്പസിന്റെ വഴിയിലൂടെ, പ്രകൃത്യാത്മീയതയുടെ വഴിയിലൂടെ നമ്മൾ അതിനെ നിരീക്ഷിക്കുന്ന സമയത്ത് 2 മാനങ്ങളല്ല 5 മാനങ്ങളുണ്ട് എന്ന് പറയുന്നു. ഇനി അതിനകത്തേക്ക് പിന്നെയും പോകാം. നമ്മൾ പഠിച്ചു പോകുന്ന സമയത്ത് കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. ഈ 5 മാനങ്ങൾ എടുക്കുക. അതിലെ ഭൗതിക മാനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, കണ്ടൻസേറ്റ്. കണ്ടൻസേറ്റിൽ തന്നെ ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്ന ഇങ്ങനെ പലതരം ലെവലുകളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് പഞ്ചീകരണം എന്നുള്ളതാണ്. 5ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത് 6ആയിട്ട് ഡിവൈഡ് ചെയ്തതിന് അപ്പുറത്തുള്ളത് കാണാനും കഴിയും. അത് ഇല്ലെന്നല്ല അതിനർത്ഥം. നമ്മൾ പഠിക്കാനുള്ള സൗകര്യത്തിന് 5ആയിട്ട് നമ്മൾ വിഭജിക്കുന്നു. അങ്ങനെ ഏതൊരു ഭൗതിക വസ്തുവിനെ എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഭൗതിക രൂപമുണ്ട്, ഖരരൂപമുണ്ട്, ദ്രവരൂപമുണ്ട്, വാതക രൂപമുണ്ട്, പ്ലാസ്മിക് രൂപമുണ്ട്, ഊർജ രൂപമുണ്ട് എന്ന രീതിയിൽ നമുക്കതിനെ മനസ്സിലാക്കാം. ഇതുപോലെ ഓരോന്നിനും ജീവന് 5 തലങ്ങളുണ്ട്. സ്റ്റാറ്റിക്, സ്റ്റാസിസ്, ഡൈനാമിക്, ഓർഗാനിക് ആൻഡ് കോസ്മിക് എന്ന് പറയുന്ന 5 അവസ്ഥകളുണ്ട്. ഇപ്പോ ധർമ്മ പദ്ധതി എടുക്കുകയാണെങ്കിൽ മ്യൂട്ട്, കോറലേറ്റ്, കോപ്പറേറ്റ്, ഇന്ററാക്ട് ആൻഡ് എമിറ്റ് എന്ന് പറയും. മ്യൂട്ട് നിഷ്ക്രിയാവസ്ഥ, കോറിലേറ്റ് രണ്ടാമത്തത്, കോറിലേറ്റ് സഹവർത്തിത്വത്തിന്റെ അവസ്ഥ, പിന്നെ സഹകരണത്തിന്റെ അവസ്ഥ, പിന്നെ പാരസ്പര്യത്തിന്റെ അവസ്ഥ, പിന്നെ ഉത്സർജനത്തിന്റെ അവസ്ഥ. ഇങ്ങനെ 5 അവസ്ഥകളുണ്ട്. ഇനി ജ്ഞാനത്തെ എടുക്കുകയാണെങ്കിൽ സഹജാവബോധത്തിന്റെ അവസ്ഥ, ശിക്ഷിതാവബോധത്തിന്റെ അവസ്ഥ, അതുപോലെ തന്നെ ധാരണാവബോധത്തിന്റെ അവസ്ഥ, ഭാവനാവബോധത്തിന്റെ അവസ്ഥ, പ്രേരാവബോധത്തിന്റെ അവസ്ഥ. പിന്നെയും ഇപ്പൊ ചൈതന്യത്തെ എടുക്കുകയാണെങ്കിൽ പശ്ചിമാബലം, ഗുരുത്വബലം, വികാസബലം, അർത്ഥരാബലം, പ്രഭാവബലം എന്ന് തുടങ്ങിയ പലതരം ബലങ്ങളുണ്ട്. പറഞ്ഞു പോവുകയാണെങ്കിൽ ഇവയെ ഓരോന്നിനെയും ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ അങ്ങനെ പോവാം. നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഈ ഭൗതികത എന്ന് പറയുന്നതും ആത്മീയത എന്ന് പറയുന്നതും തമ്മിലുള്ള വേറിട്ടൊരവസ്ഥ. ഈ വേറിട്ടൊരവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആത്മീയതയുടെ പദ്ധതിയിലേക്ക് പോകുന്നത്. അപ്പോ സാധാരണ ജീവിതത്തിൽ ഒരു മനുഷ്യന് ആവശ്യമുള്ളത് ഭൗതികമായ കാര്യങ്ങളാണ്. അവന് നിലനിൽക്കാൻ ഇടം വേണം, അവന് വേണ്ടുന്ന ഭൗതിക വസ്തുക്കൾ ആവശ്യമുണ്ട്. ജീവിതം മുൻപോട്ട് കൊണ്ടെങ്കിൽ ഭക്ഷണം വേണം. ഭക്ഷണത്തെ ഒഴിവാക്കണമെങ്കിൽ അതിനുള്ള പ്രായോഗിക പദ്ധതികൾ വേണം. ചിലപ്പോൾ ഈ പ്രായോഗിക പദ്ധതി എന്ന് പറയുന്നതിൽ ചിലപ്പോൾ പണമായിരിക്കാം ആ പ്രായോഗിക പദ്ധതി നടപ്പിലാക്കുന്നത്. അങ്ങനെ ഒരു വ്യവസ്ഥ വേണം. ഇങ്ങനെയുള്ള ഭൗതികമായ കുറേയേറെ കാര്യങ്ങൾ അവിടെ ചേർത്ത് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇവയെല്ലാം തമ്മിലുള്ള ഒരു പാരസ്പര്യ ബന്ധമുണ്ടല്ലോ. ഈ ബന്ധത്തെ നമ്മൾ എങ്ങനെയാണ് ബോധ്യപ്പെടുക? അപ്പൊ നമ്മൾ ശാസ്ത്രം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ തത്വശാസ്ത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനെ ഉപാഖ്യാനം ചെയ്യും. അങ്ങനെ ചെന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഈ വസ്തുവിന്റെ, നമ്മൾ ഒരു വ്യക്തിയെ കാണുകയാണെങ്കിൽ, ഒരു ദ്രവ്യത്തെ കാണുകയാണെങ്കിൽ അതിന്റെ കാര്യകാരണങ്ങളെ നമ്മൾ വീണ്ടും അന്വേഷിക്കേണ്ടി വരും. അതിന്റെ പ്രവർത്തന തത്വത്തെ അന്വേഷിക്കേണ്ടി വരും. എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ളത് കൈകാര്യം ചെയ്യുന്നതിനാണ് മനസ്സെന്ന് പറയുക. പണത്തെയാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ പണം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാൻ പണത്തിന്റെ മനസ്സിനെ നമ്മൾ അറിയേണ്ടി വരും. ആരോഗ്യത്തെയാണ് കൈകാര്യം ചെയ്തതെങ്കിൽ ആരോഗ്യത്തിന്റെ ഭൗതിക രൂപത്തെയും ആരോഗ്യത്തിന്റെ ജൈവ രൂപത്തെയും ആരോഗ്യത്തിന്റെ മാനസിക രൂപത്തെയും ആരോഗ്യത്തിന്റെ ജ്ഞാനരൂപത്തെയും കാണേണ്ടി വരുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന എന്ത് കാര്യത്തെ എടുത്താലും ഈ വിധത്തിൽ എല്ലാം നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്, ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പറയുന്നു ഭൗതികത വേറെയാണ്, ആത്മീയത വേറെയാണ് എന്നുള്ളത്. സത്യത്തിൽ ആത്മീയത എന്ന് പറയുന്നതിന് ലളിതമായി നമ്മൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോ പറഞ്ഞത് ഒരു സാങ്കേതിക വ്യാഖ്യാനമാണ്.
ഇതിനെ ലളിതമായിട്ട് നമുക്ക് എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുക? നമ്മൾ ഒന്നിനെ കാണുന്ന സമയത്ത് അതിനകത്ത് ആന്തരികമായ മൂല്യമുണ്ടോ? ഒരാൾക്ക് സൗന്ദര്യത്തെ മനസ്സിലാക്കാൻ പറ്റും, ഒരാൾക്ക് മറ്റൊരാളുടെ അകത്തുള്ള ആ മൂല്യത്തെ തിരിച്ചറിയാൻ കഴിയുന്നു, ഒരാൾക്ക് ആദരവ് എന്നുള്ളത് പ്രകടിപ്പിക്കാൻ കഴിയുന്നു, ഒരാൾക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുന്നു. അയാളുടെ ഭൗതിക ശരീരമല്ല അത്, അയാൾ പ്രവർത്തിക്കുന്ന രീതിയാണ്, അയാളുടെ സമീപന രീതിയാണ്. ഇതിനെയൊക്കെയാണ് നമ്മൾ സാധാരണ രീതിയിൽ മൂല്യം എന്ന് പറയുക. ഒരു വസ്തു എന്താണോ ആ വസ്തുവിൽ അധികമായി കാണുന്നത് ആണ് മൂല്യം. ആ അധികമായി കാണുന്ന ആ മൂല്യം എന്നുള്ളത് ഉണ്ടെങ്കിൽ പൊതുഭാഷ വെച്ചാൽ സമൂഹം കൈകാര്യം ചെയ്യുന്ന ഭാഷയല്ല, പൊതുഭാഷയിൽ നമുക്കിതിനെ ആത്മീയം എന്ന് പറയാം. ഒരാൾ സ്പിരിച്വൽ ആണെന്ന് പറയണമെങ്കിൽ അയാൾക്കകത്ത് മൂല്യമുണ്ട് എന്ന് പറയാം. ഈ മൂല്യത്തിന്റെ വികസിത രൂപങ്ങളാണ് അയാളുടെ മാനസികാവസ്ഥ. അപ്പൊ ഒരു വികാരം ഉണ്ടാകുന്നു, ആ വികാരത്തെ അയാൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയാൽ, ഇമോഷണൽ ഇന്റലിജൻസ്, വൈകാരിക ബുദ്ധി ഉപയോഗിച്ച് അയാൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയാൽ അയാൾക്ക് ആത്മീയമായ പ്രഭാവമുള്ളത് കൊണ്ടാണ്, ആത്മീയമായ പ്രവർത്തനമുള്ളത് കൊണ്ടാണ് അവിടെ അത് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ അയാൾക്ക് അയാളുടെ പശ്ചാത്തലത്തെ, അയാളുടെ ചുറ്റുപാടുകളെ തിരിച്ചറിയാൻ പറ്റുന്നതുകൊണ്ട്, അയാളുടെ ജ്ഞാനീയത പ്രവർത്തിക്കുന്നത് കൊണ്ട് അയാൾക്ക് അങ്ങനെ നിലനിൽക്കാൻ പറ്റുന്നത്. ഒരു പട്ടിയെ കണ്ടു കഴിഞ്ഞാൽ പട്ടി കടിക്കുന്ന പട്ടിയാണ്, പട്ടികൾ ഓടിച്ചിട്ട് കടിക്കുമെന്ന് വിചാരിക്കുന്നതിന് പകരം ആ പട്ടി എന്ന് പറയുന്ന ആ ഒന്നിനോട് കരുണാപൂർവ്വം നമുക്ക് നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ആത്മീയ മൂല്യമാണ്, അല്ലെങ്കിൽ അത് ആത്മീയതയാണ്, അയാളിലെ ആന്തരിക മൂല്യമാണ്, അത് ആത്മീയതയാണ്. ഈ സ്ഥാനത്താണ് നമ്മൾ ഈ ആത്മീയ മൂല്യങ്ങളെയെല്ലാം തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ മറ്റു രൂപങ്ങൾ നൽകിയിട്ടുള്ളത്. ഈ ആത്മീയ മൂല്യങ്ങൾ എന്ന് പറയുന്നതൊക്കെ സത്യത്തിൽ എന്താ? ഞാൻ എന്റെ പരിസരത്തോട് കാണിക്കുന്ന പൊരുത്തപ്പെടലിന്റെ വ്യാകരണമാണ് ഈ മൂല്യം. ഞാനൊരു പട്ടിയോട് കരുണാപൂർവ്വം നിൽക്കുക എന്ന് പറയുന്നത് പട്ടിയും ഞാനും സമരസപ്പെട്ട്, സിംബയോസിസ് എന്ന് പറയുന്ന ഈ ജീവരാശികൾക്കിടയിൽ കാണുന്ന ഒരു പ്രത്യേക പ്രവർത്തനമുണ്ട്, എല്ലാം ഇഴചേർന്ന് നിൽക്കാനുള്ള ഒരവസ്ഥ. അവിടെ ഞാനും ആ പട്ടിയും തമ്മിൽ പരസ്പരം കണ്ടു കഴിഞ്ഞാൽ കോർക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ എങ്ങനെയാണ് എനിക്ക് സഹവർത്തിത്വത്തോട് നിലനിൽക്കാൻ കഴിയുക? സഹവർത്തിത്വം അവിടെ ഉണ്ടാകണമെങ്കിൽ എനിക്ക് പട്ടിയെ തിരിച്ചറിയാനും പട്ടിയോട് കരുണാപൂർവ്വം നിൽക്കാനും എനിക്ക് കഴിയണം. അപ്പോൾ എന്റെ ഉള്ളിലെ ആ എംപതി എന്ന് പറയുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടാകേണ്ടി വരുന്നു, എന്റെ ഉള്ളിലെ കമ്പാഷൻ എന്നൊരു അവസ്ഥ ഉണ്ടാകേണ്ടി വരുന്നു. ഈ ഉണ്ടാകുന്ന ആ ഒന്നെന്ന് പറയുന്നത് എന്റെ ആത്മീയ മൂല്യത്തെ ആധാരമാക്കിയിട്ടാണ്. ഇതെന്തിനു വേണ്ടിയാണ്? ഞാനും പട്ടിയും ഭാഗമായിരിക്കുന്ന ഒരു ഉപരിവ്യവസ്ഥയുടെ അകത്ത് സമാധാനം ഉണ്ടാകാൻ വേണ്ടിയാണ്, സഹവർത്തിത്വം ഉണ്ടാകാൻ വേണ്ടിയാണ്, അവിടെ സമസ്ഥിതി ഉണ്ടാകാൻ വേണ്ടിയാണ്. ഈ സമസ്ഥിതി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മാനസികമായ പ്രവർത്തനമാണ്, ആത്മീയമായ പ്രവർത്തന തത്വമാണ് ഇവിടെ ആത്മീയ മൂല്യമായിട്ട് അവിടെ വികസിച്ചത്. അപ്പോ നമ്മൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിക്ക് പരിസരത്തുള്ള ജീവജാലങ്ങളോട് കരുണയുണ്ടാകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ സൗന്ദര്യത്തെ അതിനെ നിരീക്ഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതിനോട് പൊരുത്തമായി നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് അതിന്റെ ആത്മീയ സ്വഭാവമാണ്, അതിന്റെ സ്വഭാവ വിശേഷമാണ്, അനുരൂപകത്വമാണ്. ഈ അനുരൂപകത്വം എന്നുള്ളതിനെയാണ് നമ്മൾ ആത്മീയ മൂല്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഒരാൾക്ക് തന്റെ പരിസരവുമായി പൊരുത്തപ്പെടാനുള്ള ശേഷിയെ ജ്ഞാനമെന്ന് പറയാം. ആ ജ്ഞാനം ഉപയോഗിച്ച് അയാളുടെ ആത്മീയ ഗുണത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോ അനുരൂപനം എന്ന് പറയുമ്പോൾ ഒരു കാര്യം, ഒരു തർക്കം വരാൻ സാധ്യതയുള്ളതാണ്. നമ്മൾ എന്തിനോടും പൊരുത്തമാവുക എന്ന് പറയുന്നത്, ഒരു മൂർഖൻ പാമ്പിനെ കണ്ട പൊരുത്തമാവുകയാണോ വേണ്ടത്, അതിനോട് ചേർത്ത് പിടിക്കുകയാണോ വേണ്ടത്? പണ്ടൊരു സന്യാസിയുടെ താടിയിൽ എറുമ്പ് കയറിയപ്പോ അതിനോട് കരുണ തോന്നിട്ട് ഈ എറുമ്പിനെ അതിന്റെ വീട്ടിൽ കൊണ്ടുവിടാനായിട്ട് ആ താടി കൊണ്ട് എറുമ്പും കൂട്ടിക്കൊണ്ട് വെച്ചു കൊടുത്തത്ര. പിന്നെന്തുണ്ടായത് പറയണ്ടല്ലോ. ഇതല്ലല്ലോ അനുരൂപകത്വം എന്ന് പറയുന്നത്. ശരിക്കും അനുരൂപം തീയാണ്. തീയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിനോട് പൊരുത്തമാവുക എന്നുള്ളത് സതി ഒക്കെ അനുഷ്ഠിക്കുന്ന പോലെ നമ്മൾ അതിനകത്ത് കൊണ്ട് ചാടുകയാണ് വേണ്ടത്? അല്ല, തീയിൽ നിന്നും ഒരു ദൂരം നമ്മൾ പാലിക്കേണ്ടതുണ്ട്. തീയിൽ നിന്നും ദൂരം പാലിക്കാനുള്ള ഒരു ശേഷി നമുക്ക് ഉണ്ടാകുമ്പോഴാണ് അവിടെ അനുരൂപപ്പെടുക. അല്ലാതെ അതിനോട് ചേർന്ന് നിൽക്കലല്ല, തീയിൽ നിന്നും മാറി നിൽക്കാനുള്ള ശേഷി. അപ്പൊ ഈ പറയുന്ന അനുരൂപകത്വം എന്ന് പറയുന്നത് നമ്മുടെ ജ്ഞാനത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. അല്ലെങ്കിൽ ജ്ഞാനത്തെയാണ് നമ്മൾ അനുരൂപകത്വം എന്ന് പറയുക. എന്തിനെക്കുറിച്ചുള്ള അനുരൂപകത്വമാണ്? നമ്മൾ ഒരു തീയെ കണ്ടു, തീയുടെ വിശേഷതയെ, തീ എന്നുള്ളത് പൊള്ളിക്കുന്നതാണ്, കത്തിച്ചു കളയുന്നതാണ്. അതിന്റെ ആ സവിശേഷ സ്വഭാവത്തെ കണ്ടറിയാൻ
ഉള്ള ജ്ഞാനം എനിക്കുണ്ടാകുമ്പോഴാണ് എനിക്ക് ആ തീയോട് തുല്യ അകലം പാലിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ തീയോട് അകലം പാലിച്ചുകൊണ്ട് ഞാൻ രൂപപ്പെടാൻ കഴിയുക. ഒരു കുഞ്ഞിനെ കാണുമ്പോൾ അതിനോട് വാത്സല്യം പ്രകടിപ്പിക്കാൻ കഴിയുന്നത് എന്റെ ഈ അനുരൂപകത്വം കൊണ്ടാണ്. അപ്പോ ഈ വാത്സല്യം ഉണ്ടാകാനുള്ള ആ വികാരം എന്ന് പറയുന്നത് എന്റെ ഉള്ളിലെ സവിശേഷതയാണ്. ആ കുഞ്ഞിലെ കുട്ടിത്തം കാണുന്ന സമയത്ത് ആ കുട്ടിത്തം എന്നുള്ളത് കുട്ടിയുടെ സവിശേഷതയാണെങ്കിൽ, അതുപോലെ ആ കുട്ടിത്തത്തെ കണ്ടുകൊണ്ട് അതിനോട് വാത്സല്യപൂർവ്വം നിലനിൽക്കാൻ കഴിയുക എന്നുള്ളത് എന്റെ അനുരൂപകത്വമാണ്, എന്നിലെ ആത്മ സ്വഭാവമാണ്, അല്ലെങ്കിൽ എന്റെ വിശേഷതയാണ്. അപ്പൊ അതിലെ വിശേഷതയും എന്നിലെ വിശേഷതയും പരസ്പരം ചേരുന്ന ഒരു ഇടമുണ്ടല്ലോ, അതിനെയാണ് യഥാർത്ഥത്തിൽ ആത്മീയത നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളും നമ്മുടെ ചുറ്റുപാടും, അതായത് നമ്മളും നമ്മുടെ പരിസരവും തമ്മിൽ ചേർന്ന് ഇഴുകി പോകുമ്പോഴാണ് സംഘർഷരഹിതമായിട്ട് സമാധാനപൂർണമായിട്ട് കാര്യങ്ങൾ മുൻപോട്ട് പോവുക. നമ്മൾ നമ്മുടെ ചുറ്റുപാടുമായിട്ട് ചേർന്ന് പോവുക എന്നുള്ളത്, നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യരായിട്ട്, ജീവജാലങ്ങളുമായിട്ട്, വസ്തുക്കളുമായിട്ട് ചേർത്ത് പോകുവാൻ ഒരു വ്യവസ്ഥ ഉണ്ടാകണമെങ്കിൽ അതിന് ചില ബിംബങ്ങൾ ആവശ്യമാണ്. ഇതിപ്പോ തീയുടെ അടുത്ത് ചെല്ലുമ്പോൾ ആ തീ പൊള്ളും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. പ്രകൃതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. തീ പൊള്ളിയവര് മാത്രമേ തീയുടെ പ്രശ്നം അറിയുള്ളൂ. ജലത്തിന്റെ ശക്തി, ജലം ദാഹിക്കുമ്പോ കുടിക്കുന്ന വെള്ളമുണ്ടല്ലോ, ആ കുടിക്കുന്ന വെള്ളത്തിന് വല്ലാത്ത മഹത്തരമായ രുചിയാണ്, അതിന് വല്ലാത്ത ഒരു പ്രാധാന്യമാണുള്ളത്. അതുകൊണ്ട് വെള്ളത്തെ നമ്മൾ ആരാധിക്കാൻ തുടങ്ങുന്നു, വെള്ളത്തെ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു. ഈ ഒരു അവസ്ഥയിൽ വെള്ളം കുത്തിയൊലിച്ചു വരുമ്പോൾ അതിനു മുമ്പിൽ പോയി നിൽക്കാൻ കഴിയും? ഇല്ല. അത് മറ്റൊരു ഭാവമാണ്. അപ്പോ ഈ ലളിതമായ ഭാവമാണെങ്കിലും ശരി, ശക്തമായ തീവ്രമായ രുദ്രമായ ഭാവമാണെങ്കിലും ശരി, ഈ ഭാവങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ആ ഒരു അവസ്ഥയെ, ആ ജലത്തിന്റെ തത്വത്തെ, ജലത്തിന്റെ പ്രവർത്തന തത്വത്തെ, പ്രവർത്തനപരമായ സ്വഭാവത്തെ എല്ലാം കൂടെ ചേർന്നിട്ട് പണ്ട് ഉള്ള ആരൊക്കെയോ അത് ഇന്ന തത്വമാണ് എന്ന് പറഞ്ഞു, വേറെ ചിലർ അത് ഇന്ന ദേവതയാണ് എന്ന് പറഞ്ഞു. അത് കുറച്ചുകൂടെ സാങ്കേതികമായി മനസ്സിലാക്കിയപ്പോൾ അത് ഇന്ന നിയമമാണെന്ന് പറഞ്ഞു. ഇതൊക്കെ ഓരോരുത്തരും വിളിക്കുന്നതാ. ശാസ്ത്രകാരന്മാർ ഇതിനെ നിയമം എന്ന് പറയും, തത്വശാസ്ത്രം താത്വികരിതിനെ തത്വം എന്ന് പറയും, ആത്മീയരിതിനെ ഈശ്വരീയം എന്ന് പറയും, അല്ലെങ്കിൽ ദേവത എന്ന് പറയും. ഈ പല രൂപത്തിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കും. ഈ രൂപത്തിലെല്ലാം മനസ്സിലാക്കുന്ന ആ ഒന്നെന്ന് പറയുന്നത് പ്രകൃതിയുടെ അടിസ്ഥാനപരമായ സ്വഭാവമാണ്, പ്രകൃതമാണ്. ഏതൊരു വസ്തുവിനെ കണ്ടാലും അതിന്റെ അടിസ്ഥാന പ്രകൃതം എന്നൊരു കാര്യമുണ്ടല്ലോ, അതാണ് അതിലെ ആത്മം. അതിന്റെ ആഴങ്ങളിലേക്ക് ചിന്തിച്ചു പോകുമ്പോൾ നമുക്ക് ഇഴവിരിച്ച് അതിനൊരു ആത്മാവുണ്ടെന്ന് ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാമെന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ അന്വേഷിച്ച് അവിടെ ചെല്ലുന്ന സമയത്ത് ഈ ആത്മാവ് എന്ന് പറയുന്നത് ഈ ചാവുമ്പോ തവള ചാടിപ്പോന്ന പോലെ ശരീരത്തിൽ നിന്ന് ചാടിപ്പോകുന്ന ഒരു ആത്മാവിനെയല്ല നമ്മൾ അവിടെ കണ്ടെത്തുക. ഏതൊരു പ്രവർത്തനത്തിന്റെയും ഉള്ളിൽ, ഏതൊരു വ്യവസ്ഥയുടെയും ഉള്ളിൽ അതിന്റെ പ്രവർത്തനത്തെ കേന്ദ്രീകരിക്കുന്ന ഒരു മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ആ ന്യൂക്ലിയസിന്റെ ധർമ്മമാണ്, ആ ധർമ്മത്തെക്കുറിച്ചുള്ള ബോധമാണ് അതിന്റെ ആത്മാവ് എന്ന് പറയുന്നത്. അതൊരാറ്റത്തിലില്ലേ? അത് സൗരയൂഥത്തിലില്ലേ? അത് പ്രപഞ്ച സംവിധാനത്തിലില്ലേ? അതുപോലെ നമ്മളിലില്ലേ? നമ്മുടെ കോശങ്ങളിലില്ലേ? എല്ലായിടത്തും ഉണ്ട് ഇത്. അതിന്റെ പ്രവർത്തന തത്വത്തെയാണ് ഈ ആത്മം എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അനാദികാലം മുതൽ നമ്മളുടെ അന്വേഷണം എന്ന് പറയുന്നത് ഞാൻ ആര് എന്നുള്ളതാണ്, അല്ലെ? ഹുവാമൈ എന്നുള്ള ചോദ്യത്തിൽ ഞാൻ എവിടെയാണ്, എങ്ങനെയാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്? നേരത്തെ മസൂരൻ ചേട്ടൻ ചോദിച്ചതുപോലെ എന്താ ഇതൊക്കെ എന്ന് പറയുന്ന ഒരവസ്ഥ, ഇതെന്താ ഈ സംഭവം എന്ന് നമുക്ക് മനസ്സിലായില്ല. ഞാൻ അത്തരത്തിൽ അന്വേഷിച്ചപ്പോഴാണ് ഞാൻ ഈ വഴിക്കായത്. നിങ്ങളിൽ പലരും ഇവിടെ ഇരിക്കുന്നതും ഇത്തരം ഒരു അന്വേഷണത്തിന്റെ സ്ഫുരണം നിങ്ങളുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇതിന് പ്രാധാന്യം. നമ്മൾ ആത്മീയതയുടെ ഒരു വിഷയം സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒളിമ്പസിന്റെ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ സംസാരിക്കുമ്പോൾ കൗതുകത്തോടെ വന്നിരിക്കാൻ കാരണം നിങ്ങളുടെ ഉള്ളിലെ അന്വേഷണം ഉള്ളത് കൊണ്ടാണ്. അപ്പോ ഫണ്ടമെന്റലി മനുഷ്യൻ ഉണ്ടായ കാലം മുതലുള്ള ഈ അന്വേഷണത്തിൽ അവൻ ചെന്നെത്തുന്നത് ഈ ഭൗതികമായി ഈ കാണുന്ന ഫിസിക്കൽ ആയിട്ടുള്ള ഫോം അല്ല, ഫിനോമിനൽ ആയിട്ടുള്ള ഫോമുകൾ അതിനകത്തുണ്ട്, പ്രതിഭാസപരമായിട്ടുള്ള ഫോമുകൾ അകത്തുണ്ട്. അതെന്തെന്നും ഇവ തമ്മിലുള്ള പാരസ്പര്യം എന്തെന്നും മനസ്സിലാകുന്ന ഒരവസ്ഥ അവിടെ ആവശ്യമായിട്ട് വരുന്നു. കാരണം കാര്യത്തെ മനസ്സിലാക്കണമെങ്കിൽ അതിനകത്തേക്ക് ഇറങ്ങണം. ആ കാണുന്ന കാഴ്ചയിൽ മാത്രമല്ല അതിന്റെ യഥാർത്ഥ രൂപമുള്ളത് എന്ന് അറിയുന്നത് കൊണ്ടാണ് നമ്മൾ അതിന്റെ അകത്തേക്ക് ഇറങ്ങുന്നത്. ആ അകത്തേക്ക് ഇറങ്ങുന്നവരാണ് യഥാർത്ഥത്തിൽ ആത്മീയ അന്വേഷികളായിട്ട് മാറുന്നത്. പക്ഷെ പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആത്മീയ അന്വേഷണം എന്നുള്ളത് നടത്തിയ ചിലർ ഇത് സാധാരണക്കാരന്, ഈ അന്വേഷണം ഇല്ലാത്തവനെ മനസ്സിലാക്കാൻ വേണ്ടി പരിഭാഷണം ചെയ്തവയെല്ലാം തന്നെ ആദ്യം ഒരു പ്രാദേശിക സംസ്കാരമായിട്ടൊക്കെ ഡെവലപ്പ് ചെയ്തു വന്നു. പക്ഷെ പിന്നീട് ഈ അനുരൂപകത്വം ശീലമാക്കുന്ന ഒരു സമൂഹം
കൊണ്ടു നടന്ന ആ ആചരണങ്ങളെ, അനുഷ്ഠാനങ്ങളെ എല്ലാം തന്നെ ക്രമീകരിച്ച് സിസ്റ്റമാക്കി അതിനെ മതമാക്കി മാറ്റി നമ്മൾ. അതിന് ഈ മതത്തിന്റെയൊക്കെ ആധാരമാക്കിയിട്ട് നമ്മൾ ഇതിനെല്ലാം മാറിയിട്ട് വേറൊരു സാധനത്തെ കൊണ്ട് അതിന്റെ നടുവിൽ വെച്ചു, ദൈവം എന്ന സങ്കല്പത്തെ. അപ്പൊ ദൈവസങ്കല്പത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഏത് ദൈവമാണ്? എല്ലാം ഉരുവാക്കിയ ഒരു ദൈവം എന്നുള്ളതല്ല അവിടെ പറയുന്നത്. ഞങ്ങളുടെ ദൈവം, ഞങ്ങളുടെ ഭാവനയിലുള്ള ദൈവം, എന്നെപ്പോലുള്ള ഒരു ദൈവം, ആ ദൈവത്തിന്റെ രൂപത്തിൽ ഇതിന്റെ ഒരു കേന്ദ്രമുണ്ടാക്കി, ഒരു ഷെല്ലുണ്ടാക്കി വെച്ചു. അതിനെ ചുറ്റിയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. പലപ്പോഴും മനുഷ്യൻ ഉണ്ടാക്കിയ ദൈവമായതുകൊണ്ട് തന്നെ ഈ മനുഷ്യന് ഈ ദൈവത്തിന് മനുഷ്യന്റെ പല ക്യാരക്ടേഴ്സും ഉണ്ട്. അപ്പോൾ മനുഷ്യകേന്ദ്രിതമായിട്ടുള്ള ഒരു ദൈവവീക്ഷണത്തിലൂടെയാണ് നമ്മൾ ഇതിനെല്ലാം കാണാൻ തുടങ്ങിയത്. അവിടെ നിന്നുകൊണ്ട് നമ്മൾ ആത്മീയ വീക്ഷണത്തിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ആത്മീയതയിലേക്ക് പോകുന്ന സമയത്ത് മനുഷ്യൻ അവന്റെ ആവശ്യത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യണം, അവൻ പ്രകൃതിയുമായിട്ടുള്ള ഇടപെടലിൽ അവൻ എന്തെല്ലാമാണ് ചെയ്യുന്നത്, അവന് വേണ്ടുന്ന വിഭവങ്ങളെ സ്വീകരിക്കുന്നു, വേണ്ടുന്ന വിഭവങ്ങളെ മാത്രമാണ് സ്വീകരിക്കുക, അവിടെ കൊണ്ട് നിർത്തില്ല. നാളത്തേക്ക് വേണ്ടതും അതിനുശേഷം വേണ്ടുന്ന അടുത്ത തലമുറയ്ക്ക് വേണ്ടതും നമ്മൾ സംഭരിച്ചു വെക്കുന്നു. ഈ സംഭരിച്ചു വെക്കാൻ ഞാനും പ്രകൃതി നമ്മൾ ഇടപാടിന്റെ ഇടയ്ക്ക് നമ്മൾ പല കാര്യങ്ങൾ അതിനകത്ത് കൊണ്ട് ചേർക്കും. അവിടെ മതത്തെ ചേർക്കുന്നു, ഭൗതിക രൂപത്തെ ചേർക്കുന്നു, ഭൗതിക പ്രവർത്തനങ്ങളെ ചേർക്കുന്നു, രാസിക പ്രവർത്തനങ്ങളെ ചേർക്കുന്നു, നമുക്ക് സൗകര്യങ്ങൾ സാധനങ്ങളെല്ലാം ചേർത്തിട്ട് നമുക്ക് വേണ്ടുന്ന രൂപത്തിൽ ഇതിനെല്ലാം വേറൊരു പുതിയ അവിയലാക്കി വെച്ചിട്ടുണ്ട്. സത്യത്തിൽ ഈ ആത്മീയ ബോധ്യം ഉണ്ടാവുക എന്ന് വെച്ചാൽ ഓരോ കാര്യത്തിന്റെയും അകത്തെ ലീനമൂല്യത്തെ തിരിച്ചറിയുക എന്ന് പറയുന്നത്. ഡീപിക്കോളജി അതാണ് പറയുന്നത്. ഓരോന്നിനും, ഏതൊരു വസ്തുവിനും വസ്തുതയ്ക്കും അകത്ത് നമ്മൾ കാണുന്ന ഉപകരണ മൂല്യമല്ല, അതിനകത്ത് അവയുടെ ലീനമൂല്യമുണ്ട്. ഓരോന്നിലും ചേർന്ന് അകത്ത് ഉറങ്ങിയിരിക്കുന്ന ഒരു മൂല്യമുണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ആ ആന്തരിക മൂല്യമുണ്ടല്ലോ, ആ ആന്തരിക മൂല്യത്തെ തിരിച്ചറിയാനുള്ള ശേഷിയാണ് നമ്മിലെ ആത്മീയത. ആന്തരിക മൂല്യത്തെ തിരിച്ചറിയാനുള്ള ശേഷിയാണ് നമ്മിലെ ആത്മീയത. ആ ആന്തരിക മൂല്യത്തെ അറിഞ്ഞുകൊണ്ട് അതിനോട് ഇടപെടാൻ നമ്മൾ ഉപയോഗിക്കുന്ന നയതന്ത്രമാണ്, നയതന്ത്ര രീതിയാണ്, അല്ലെങ്കിൽ അതിന്റെ വ്യാകരണമാണ് രാഷ്ട്രീയം. ആത്മീയതയും രാഷ്ട്രീയവും രണ്ടല്ല, ഒരു കാര്യത്തിന്റെ രണ്ട് ഇടങ്ങളാണ്. ഒന്നിന്റെ ആന്തരിക മൂല്യത്തെ തിരിച്ചറിയാനുള്ള നമ്മുടെ ശേഷിയാണ് ആത്മീയത. അത് തിരിച്ചറിഞ്ഞ് നമ്മൾ എങ്ങനെ അതിനോട് ഇടപെടുന്നു എന്ന് പറയുന്ന, അതിനുപയോഗിക്കുന്ന വ്യാകരണത്തെയാണ് രാഷ്ട്രീയം എന്ന് പറയുക. ഈ രണ്ടും കൂടെ ചേർന്നതാണ് സത്യത്തിൽ ഭൗതികത എന്ന് പറയുന്നത്. ഈ രണ്ടും കൂടെ ചേർന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഭൗതികത നിലനിൽക്കുന്നത്. കുറച്ചുകൂടെ വ്യക്തമാക്കി പറയുമ്പോൾ അങ്ങനെ വേണം പറയാൻ. അപ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനെ കാണുമ്പോഴും, നമ്മുടെ ജീവിതത്തെ കാണുമ്പോൾ, നമ്മുടെ ചുറ്റുപാടിനെ കാണുമ്പോൾ, നമ്മുടെ ജീവിത പ്രവർത്തനങ്ങളെ കാണുമ്പോൾ, നമ്മുടെ ആരോഗ്യത്തെ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ഉപകരണത്തെ കാണുമ്പോൾ, എന്തിനേയും ഈ ഒരു സമഗ്രമായ രൂപത്തിൽ കാണാൻ കഴിഞ്ഞാൽ ഇവിടെ ആത്മീയതയെന്നോ ഭൗതികതയെന്നോ മാനസികതയെന്നോ ജ്ഞാനീയതയെന്നോ ചൈതന്യപരതയെന്നോ ഒന്നുമുള്ള വേർതിരിവില്ല. ഇവയെല്ലാം ഒന്നു ചേർന്ന ഒന്നാണെന്ന് മനസ്സിലാക്കും. ഇവിടെ നമ്മൾ ആത്മീയതയാകുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഭൗതികതയുടെ ഒരു ലോകത്ത് ജീവിക്കുമ്പോഴും ഈ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഒരു ആത്മീയത വിട്ടിട്ടുള്ളൊരു നിലനിൽപ്പ് അതിനില്ല. എങ്കിലും ആത്മീയതയുടെ ഒരു ചിന്താപദ്ധതിയിലേക്ക്, ആത്മീയതയുടെ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ പോകേണ്ടത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ജീവിക്കുമ്പോൾ സമാധാനമായിട്ട് ജീവിക്കണം, സൗഖ്യത്തോടെ ജീവിക്കണം, സുഖത്തിന് വേണ്ടി ആനന്ദത്തോടെ ജീവിക്കണം. ജീവിക്കണമെങ്കിൽ ഇവയെല്ലാം ചേർന്നുള്ള പ്രവർത്തനത്തെ അറിയണം. ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് വേണ്ടത് മാത്രം മതി എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സുന്ദരമാവില്ല, ഒരുപക്ഷെ സുസ്ഥിരമാവുകയുമില്ല. സുസ്ഥിരമാകണമെങ്കിൽ, ജീവിതം നിലനിൽപ്പിന്റെ ഒരു ആൽഗോരിതത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഭൗതിക ഭാവത്തിനും അപ്പുറത്തുള്ള ഒരു ക്രമത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ക്രമത്തെ മനസ്സിലാക്കാൻ എളുപ്പത്തിൽ പറയാവുന്ന പേരാണ് ആത്മീയരാകുക എന്നുള്ളത്. നമ്മൾ ആത്മീയരാകുമ്പോൾ ആദ്യം എന്തുകൊണ്ടും നമ്മുടെ നാട്ടിലെ ആളുകളെല്ലാം തന്നെ മതങ്ങളിൽ ജനിച്ചു വീഴുന്നവരായതുകൊണ്ട് മതപരമായ ഒരു ആത്മീയതയാണ് നമ്മൾ തിരിച്ചറിയുക. അതിനുമപ്പുറത്ത് ഉണ്ടോ എന്നുള്ളൊരു അന്വേഷണം ഉള്ളവർക്കാണ് ഇതിനുമപ്പുറത്ത് മതപരമായ ആത്മീയതയ്ക്കും അപ്പുറത്ത് ഒരു ആത്മീയ അന്വേഷണം ഉണ്ടാവുക. അങ്ങനെയുള്ളവരാണ് ഞാൻ ആരാണ്, എന്റെ ഉദ്ദേശ്യം എന്താണ് എന്നുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോവുക. അപ്പോഴും മതം അല്ലെങ്കിൽ നമ്മുടെ പലതരം കൾട്ടുകളെല്ലാം നൽകിയിട്ടുള്ള പലതരം സാധനകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഓരോ തരം ജീവിത സാധനകളിലൂടെ, ജീവിത ക്രമീകരണങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം ഉദ്ദേശിക്കുന്നത് മനുഷ്യനും അവന്റെ പരിസരവും തമ്മിൽ, മനുഷ്യന്റെ അകത്തുള്ള പ്രകൃതിയും പുറത്തുള്ള പ്രകൃതിയും തമ്മിലുള്ള ഏകീകരണം സംഭവിക്കാൻ വേണ്ടിയാണ് ഇത്തരം ക്രമീകരണങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അവിടെ നമ്മൾ കുടുങ്ങിപ്പോകും. പലപ്പോഴും മതം പഠിപ്പിച്ച ആ ഒരു ആത്മീയ ചിന്താപദ്ധതിയിൽ നമ്മൾ കുടുങ്ങിപ്പോകും. അവിടെയാണ് ഇക്കോ സ്പിരിച്വാലിറ്റി, ഇതല്ല ആത്മീയത, ഇതിനും അപ്പുറത്താണ് ആത്മീയത എന്ന് പറയുന്നത്.
കുറച്ചുകൂടെ മയപ്പെടുത്തിയാണ് പറയുക. നമ്മൾ ഇതല്ല ആത്മീയത നമ്മൾ പറയാറില്ല. പകരം ഇതിനും അപ്പുറത്ത് കുറെ കൂടെ ഇതിന്റെ ഒന്നും ബയസിങ് ഇല്ലാത്തൊരു ആത്മീയതയുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ നിർത്തും. ഇതല്ല ആത്മീയത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടിയുള്ളൂ. നമ്മൾ പറയുന്ന വേറൊരു വാചകമുണ്ട്, ദെയർസ് നോ ഗോഡ് ഓൺലി ഗോഡ്ലിനെസ്. പറയുന്നതിലെ പകുതി ആളുകൾ കേൾക്കും ദൈവമില്ല എന്ന് ഒളിമ്പസ് പറഞ്ഞു എന്ന് പറയും. നമ്മൾ പറയുന്നത് ദൈവമല്ല, ദൈവികതയാണുള്ളത് എന്നുള്ളതാണ്. ദൈവമല്ല ദൈവികതയാണെന്ന് പറഞ്ഞാൽ ഈ ദൂരം മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമുള്ളവർക്ക് ഇത് പിടികിട്ടുകയുള്ളൂ. അതല്ല ദൈവമില്ല എന്ന് പറഞ്ഞു എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ദൈവമില്ല എന്ന് ആ ഒരു സങ്കല്പം നമ്മൾ നിരീശ്വരത്വം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോയി. അപ്പോ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. ആത്മീയത എന്ന് പറയുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് ഒന്നിനെ കാണുന്ന സമയത്ത് അതിനകത്ത് ആന്തരികമായ മൂല്യങ്ങളുണ്ടെന്ന്, ഓരോ വസ്തുവിന്റെയും സവിശേഷതകളെ അറിഞ്ഞ് അതിനെ ആദരിക്കാൻ നമുക്കൊരു ശേഷിയുണ്ടെങ്കിൽ അതാണ് നമ്മളെ ആത്മീയത. ആ ആദരിക്കാനുള്ള ശേഷി പ്രകടമാക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ രാഷ്ട്രീയം. നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ വസ്തുക്കളും തമ്മിൽ സമരസപ്പെട്ട് സഹജീവനം ചെയ്തു പോകുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ മാത്രമേ സുസ്ഥിരത സാധ്യമാവുകയുള്ളൂ. അവിടെ ശാന്തി ഉണ്ടാവുകയുള്ളൂ, അവിടെ ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ആരോഗ്യമാണെങ്കിലും ശരി, ശാന്തിയാണെങ്കിലും ശരി, സുസ്ഥിതിയാണെങ്കിലും ശരി, ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള സർവ്വതിനെയും, നമ്മുടെ അകത്തോ പുറത്തോ ഉള്ള ചുറ്റുപാട്, നമ്മുടെ തോലിന് അകത്തുള്ള ചുറ്റുപാട്, പുറത്തുള്ള ചുറ്റുപാട്, അതിന്റെ പരിസരം എന്ന് പറയാം. ആന്തരിക പരിസരം, ബാഹ്യ പരിസരം എന്ന് പറയാം. ഈ പരിസരത്തെ സ്ഥിതിയാണ് പരിസ്ഥിതി. പരിസ്ഥിതിയും ആത്മസ്ഥിതിയും തമ്മിലുള്ള ആ ദൂരമുണ്ടല്ലോ, ഈ ദൂരത്തെ കൃത്യമായി അതിന്റെ സവിശേഷതകളെ കണ്ട് തിരിച്ചറിയാൻ പറ്റുമ്പോഴാണ് നമുക്ക് ശാന്തമായ ജീവിതം നയിക്കാനാവുക, സുസ്ഥിരമായ ജീവിതം നയിക്കാനാവുക. അതിനുവേണ്ടിയാണ് നമ്മൾ ആത്മീയരാകുന്നത്. അല്ലാതെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളെയും വിട്ടൊഴിഞ്ഞു പോകലല്ല. ഭൗതികമായ ജീവിതം അതിന്റെ സമ്പൂർണമായ സൗന്ദര്യത്തിലേക്ക് വരണമെങ്കിൽ നമ്മൾ ആത്മീയരാകണം. എങ്ങനെ ആത്മീയരാകണം? എങ്ങനെയാണ് ആത്മീയരാകേണ്ടത്? നമ്മൾ ഭക്തിയുടെ മാർഗത്തിലൂടെ, ഭക്തി വേണം വേണ്ട എന്നല്ല പറയുന്നത്, ഭക്തിയുടെ മാർഗത്തിലൂടെ പോയിട്ട് മറ്റെല്ലാം വിച്ഛേദിച്ച, എന്റെ ജാതിയിലും മതത്തിലും പെടാത്തതെല്ലാം തെറ്റെന്നും എന്റെ വിശ്വാസത്തിന്റെ അകത്ത് അതിനോട്ട് ക്രമീകരിച്ചു വരുന്നവ മാത്രമാണ് സത്യമെന്ന് വിശ്വസിക്കുന്ന ഒരു ആത്മീയതയാണോ? അത് ആത്മീയതയല്ല. അത് അപൂർണമായിട്ടുള്ള ചില കാഴ്ചകള്, ചില പിന്തുടരലുകളാണ്. അതല്ല ആത്മീയത. ആത്മീയത എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള സർവ്വ വസ്തുക്കളുടെയും സർവ്വ സംവിധാനങ്ങളുടെയും ആ പരിസ്ഥിതി ഉണ്ടല്ലോ, ആ പരിസ്ഥിതിയുടെ ആത്മസ്ഥിതിയെ തിരിച്ചറിയാനുള്ള നമ്മുടെ സവിശേഷ ഗുണമാണ്. അതിന് കണ്ണുകൾ ബഹുമാനത്തിലേക്ക് തുറന്നിരിക്കണം. പ്രകൃതി ഒരുക്കിയ ഈ ഒരു ബഹുക്രമം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം പങ്കജാഭട്ടൻ ചോദിച്ചിരുന്നത് എന്താണ് ഈ ബഹുക്രമം എന്നുള്ളതിന് ആ ഒരു പദം എന്താണെന്ന് ചോദിച്ചിരുന്നു. കോംപ്ലക്സിറ്റി എന്ന് നമ്മൾ പറയാറുണ്ട്. ആ കോംപ്ലക്സിറ്റി എന്ന് പറയുന്ന ബഹുക്രമം, പല ക്രമങ്ങൾ ഒരേ ഇടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയാണ് ബഹുക്രമം എന്ന് പറയുന്നത്. ആ ക്രമത്തെ കണ്ടറിയാനുള്ള കാഴ്ചയാണ്, അത് കണ്ടറിയാനുള്ള കാഴ്ചയ്ക്കുള്ള തുറവിയാണ്, ഓപ്പണിംഗ് ആണ് ആത്മീയത എന്ന് പറയുന്നത്. അതിലേക്കാണ് നമ്മൾ വളരേണ്ടത്, അതിലേക്കാണ് നമ്മൾ വികസിക്കേണ്ടത്. എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ കഴിയൂ? ഇല്ല. അതിന് പ്രകൃതിയുടെ ഒരു കോളുണ്ട്, പ്രകൃതിയുടെ ഒരു വിളിയുണ്ട്, പ്രകൃതി നമ്മളെ അതിലെ കൊണ്ട് എത്തിക്കുന്ന ഒരു ആൽഗോരിതം ഉണ്ട്. ആ ആൽഗോരിതം എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു പ്രവർത്തനത്തിന്റെയും കേന്ദ്രമാകുന്ന ഒരു ന്യൂക്ലിയസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതുപോലെ നമ്മുടെ ന്യൂക്ലിയസ് ആയിട്ടുള്ള പ്രകൃതിയുടെ നിയുക്ത വേഷം നമുക്ക് കിട്ടുമ്പോൾ മാത്രമാണ് നമുക്കത് ചെയ്യാൻ കഴിയുക. നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ ആ കേൾക്കാനുള്ള നിയുക്താവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം. ഇത് ചിലപ്പോൾ നമ്മൾ ഭൗതിക വീക്ഷണത്തിൽ നോക്കിയാൽ മനസ്സിലാവില്ല ഈ നിയുക്താവസ്ഥ. പക്ഷെ ഇതിലൂടെ നിരന്തരം നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ നിയുക്താവസ്ഥ നമുക്ക് മനസ്സിലാവും. നമ്മൾ അതിനെയാണ് പെന്റാക്കു എന്ന് പറയുക. പെന്റാക്കു എന്ന് വെച്ചാൽ ഒരു വൃത്തം വരച്ചിട്ട് വൃത്തത്തിന്റെ തുടക്കവും ഒടുക്കവും ഒരേയിടത്ത് എത്തുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരവസ്ഥയുണ്ടല്ലോ. ആ തിരിച്ചറിവിനെ ആണ് നമ്മൾ പെന്റാക്കു എന്ന് പറയുക. പ്രകൃതിയിലെ പല കാര്യങ്ങളും അങ്ങനെയാണ്, തുടക്കവും ഒടുക്കവും ഒരേ ഇടത്ത് തന്നെയാണ് ഉണ്ടാവുക. പക്ഷെ അതിലെ പ്രത്യേകത എന്ന് വെച്ചാൽ തുടക്കവും ഒടുക്കവും തുടങ്ങി കഴിഞ്ഞിട്ടാണ് ഒടുക്കമുണ്ടാവുക എന്നുള്ളത് മനുഷ്യന്റെ രേഖീയ ചിന്തയാണ്. തുടക്കവും ഒടുക്കവും ഇല്ല, ഇത് നമ്മൾ കണ്ടെത്തിയ ഡെറിവേഷൻ മാത്രമാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് ഈ പെന്റാക്കു പൂർണ്ണമാകുന്നത്. അങ്ങനെ തുടങ്ങുന്നതും ഒടുങ്ങുന്നതും ഒരേ ഇടത്താണെന്ന് നമ്മൾ അറിയുന്ന ഒരവസ്ഥ, ഈ അവസ്ഥ തന്നെയാണ് ദൈവികത എന്ന് പറയുന്നത്. ഇത് പ്രപഞ്ചത്തിൽ എല്ലായിടത്തും കൃത്യമായിട്ട് ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പറയാറില്ല വിവാഹം സ്വർഗത്തിൽ നടക്കുന്നുള്ളൂ, എനിക്കുള്ള ഇണയെ സ്വർഗത്തിൽ വെച്ച് തീരുമാനിക്കപ്പെട്ടു എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിന്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമായി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ ഭൗതികമായിട്ടുള്ള ആൽഗോരിതങ്ങളിലൂടെ ഉഴറി നടക്കുന്ന ഒരു അവസ്ഥ വിട്ടിട്ട് കുറച്ച് മാറി നിന്ന് കുറെ കാലം ഇതിനെ നിരീക്ഷിച്ചാൽ മതി. നമുക്ക് മനസ്സിലാവും ഇവയെല്ലാം വളരെ ക്രമീകൃതമായി സംഭവിച്ചിട്ടുണ്ട്. അത് പ്രകൃതിയുടെ ഒരു ഡിസൈനാണ്. അത് നമുക്ക് ദൈവത്തിന്റെ തലയിലിടാം, ഒരു കുഴപ്പമില്ല. ദൈവം ഉണ്ടാക്കിയതാണ്, ദൈവം സങ്കല്പിച്ചതാണ്, ദൈവം പറഞ്ഞതാണ് നമുക്ക് പറയാം.
പക്ഷെ കുറെ കൂടെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ജീവന്റെ ഓരോ തരം സ്വഭാവങ്ങളാണ്. ജീവന്റെ ഏറ്റവും പ്രധാന സ്വഭാവം എന്ന് വെച്ചാൽ സ്വയം സംഘടിപ്പിക്കാനുള്ള സ്വഭാവമാണ്. ജീവന്റെ വിപുലപ്പെട്ട രൂപമാണ് ഈശ്വരൻ. നമ്മൾ കഴിഞ്ഞ സഹവാസത്തിന്റെ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ജീവൻ വിപുലപ്പെട്ട ഒരവസ്ഥയാണ് ദൈവീകത. ജൈവീകത വിപുലപ്പെട്ട ഒരവസ്ഥയാണ് ദൈവീകത എന്ന് പറയുന്നത്. ജീവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം എന്ന് വെച്ചാൽ സ്വയം സംഘാടകത്വമാണെങ്കിൽ ദൈവീകതയ്ക്ക് അത് ഉറപ്പായിട്ടുണ്ടല്ലോ, സ്വയം സംഘാടനം ഉണ്ടാവുമല്ലോ. ജീവന്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവമാണ് സ്വയം പരിചരണം എന്ന് പറയുന്നത്. കേടുപാടുകൾ ഉണ്ടെങ്കിൽ അതിനെ പുനഃസ്ഥാപിക്കാനുള്ള ശേഷി. ഇത് തന്നെയല്ലേ ദൈവീകതയ്ക്കുമുള്ളത്? എല്ലാത്തിനെയും പുനഃസ്ഥാപിക്കാനുള്ള ശേഷി അതിനകത്തുണ്ട്. എല്ലാത്തിനെയും സംരക്ഷിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ട്. ജീവനുണ്ട്, ദൈവീകതയ്ക്കുണ്ട്. ജീവന്റെ വിപുലപ്പെട്ട രൂപമാകുമ്പോൾ ഇതിലും വിപുലമായിട്ടുള്ള അവസ്ഥ അവിടെ കാണാൻ കഴിയും. ഇതിനെ തിരിച്ചറിയാൻ, ജീവന്റെ ഈ പ്രവർത്തനത്തെ തിരിച്ചറിയാൻ, ഓരോ സത്തയിലും ലീനമായിരിക്കുന്ന ആ ജീവനെ തിരിച്ചറിയാനുള്ള നമ്മുടെ ശേഷിയാണ് ഈ ആത്മീയത എന്ന് പറയുന്നത്. ഓരോന്നിലും അടങ്ങിയിരിക്കുന്ന ജീവൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ജീവനെ സാധാരണ ലളിതമായിട്ട് പറയാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. കല്ലിൽ ഉറങ്ങുകയും സസ്യങ്ങളിൽ ഉണർന്നിരിക്കുകയും മൃഗങ്ങളിൽ ചിന്തിക്കുകയും മനുഷ്യനിൽ ഭാവന ചെയ്യുകയും ചെയ്യുന്ന ദൈവം. ഭാവനയായിട്ടാണ് മനുഷ്യന് ദൈവം നിൽക്കുന്നത്. മൃഗങ്ങളിൽ ചിന്തയായിട്ടാണ് നിൽക്കുന്നത്. സസ്യങ്ങളിൽ അത് ജാഗ്രതയുടെ രൂപത്തിലാണ്, കല്ലിൽ ഉറങ്ങിക്കിടക്കുന്നു. ഇത്രയുള്ള വ്യത്യാസം. ഇതെല്ലാം പ്രതിഭാസങ്ങളാണ്. ഈ പ്രതിഭാസങ്ങൾ ഓരോ തലങ്ങളിൽ ഓരോ രൂപത്തിൽ നിൽക്കുന്നു. ഇതിനെ തിരിച്ചറിയാൻ, ഒരു കല്ലിനെ കാണുമ്പോൾ അതിന്റെ സവിശേഷ ഭാവത്തെ തിരിച്ചറിയാൻ ഒരു ശാസ്ത്രകാരൻ അത് വജ്രമാണ്, അതുകൊണ്ട് അതിന് കാഠിന്യം കൂടുതലാണെന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഈ കാഠിന്യത്തിന് മറ്റു പല കാര്യങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്ന് തിരിച്ചറിയുന്നിടത്ത് അയാൾ ആത്മീയമായി. അതിനു പകരം അത് കേവലം കാഠിന്യമുള്ള ഒരു കാർബോണിക് ബോണ്ട് മാത്രമാണെന്ന് മനസ്സിലാകുന്നിടത്ത് അയാൾ ലിമിറ്റഡ് ആയി. ഒരു വ്യക്തിയെ കാണുമ്പോൾ അയാളുടെ സവിശേഷ ഭാവത്തെ തിരിച്ചറിയുന്നവൻ ആത്മീയനായി. അയാൾ തന്നെ അപ്പുറത്ത് നിൽക്കുന്ന വേറൊരാളെ കാണുമ്പോൾ അയാൾ എന്റെ മതത്തിൽപ്പെട്ടതല്ല, അതുകൊണ്ട് അയാൾക്ക് സവിശേഷത ഇല്ല എന്ന് പറയുന്നിടത്ത് ഇയാൾ ആത്മീയത മുഴുവൻ നഷ്ടമായി. അപ്പോ ശാസ്ത്രീയനാണെങ്കിലും ആത്മീയനാണെങ്കിലും ഭൗതികനാണെങ്കിലും ഇനി മറ്റെന്തെങ്കിലും ആണെങ്കിലും ശരി, ഇതിനെ സമഗ്രമായി കാണാനുള്ള ശേഷിയും കൂടെയാണ് സമ്പൂർണമായ ആത്മീയത എന്ന് പറയുന്നത്. അപ്പോ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, നമ്മൾ ചോദ്യോത്തരയുടെ സമയത്ത് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അപ്പോ ഈ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്, ആത്മീയത എന്ന് പറയുന്നത് ഒന്നിന്റെ ആത്മം എന്ന് പറയുമ്പോൾ അതിന്റെ ധർമ്മം എന്തെന്ന് നിശ്ചയിക്കുന്ന അതിന്റെ ആ മൂല സ്വഭാവത്തെ തിരിച്ചറിയാനുള്ള ശേഷിയാണ്. എന്റെ ഗുരു പറയാറുണ്ട്, എന്റെ ഗുരു മണിയേട്ടൻ പറയാറുണ്ട്, നീ ഒരു കാര്യത്തെ കാണുന്നതല്ല കാര്യം, കാണുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ കേൾക്കുന്ന കാര്യത്തിൽ അതിന്റെ അടിസ്ഥാന തത്വത്തെ തിരിച്ചറിയാൻ നിനക്ക് കഴിയുമ്പോൾ നീ അതിനെ കാണുന്നു. അല്ലാത്തപ്പോ നിന്റെ കാണുന്ന കാഴ്ചയല്ല എന്ന് പറയാറുണ്ട്. ഒരു കാര്യത്തെ കാണുമ്പോൾ അതിന്റെ അടിസ്ഥാന തത്വത്തെ കാണുക, ഒന്നിനെ കാണുമ്പോൾ അതിന്റെ ആത്മത്തെ കാണുക. അതാണ് ഈ വേറൊരു രൂപത്തിൽ പറഞ്ഞത്. അടിസ്ഥാന തത്വത്തെ കാണുക പറയുന്നതിനാണ് അതിന്റെ ആത്മത്തെ കാണുക, അതിന്റെ ന്യൂക്ലിയസിനെ കാണുക, ആ ന്യൂക്ലിയസിന്റെ പർപ്പസിനെ കാണുക. അത് എന്തിനു വേണ്ടിയായിരിക്കും? അത് ഉപരിവ്യവസ്ഥയായി ബന്ധപ്പെട്ടതാണ്, ആന്തരിക വ്യവസ്ഥയായി ബന്ധപ്പെട്ടതാണ്, സഹവ്യവസ്ഥകളായി ബന്ധപ്പെട്ടതാണ്. ഇവയ്ക്കിടയിൽ, ഈ ബഹുക്രമതയ്ക്കിടയിൽ ഇവയ്ക്കൊരു നിയോഗമുണ്ട്, ഒരു ധർമ്മമുണ്ട്. ആ ധർമ്മം എന്താണെന്ന് പോലും തിരിച്ചറിയണം. അവിടെ ധർമ്മമുണ്ടെന്ന് നമ്മൾ അംഗീകരിക്കുന്നിടത്ത് നമ്മുടെ ആത്മീയത ഉണർന്നു തുടങ്ങും. അത് നമ്മളെക്കാളും ചെറുതാണെങ്കിൽ, രൂപം കൊണ്ടോ ഭാവം കൊണ്ടോ അല്ലെങ്കിൽ നിയോഗം കൊണ്ടോ നമ്മളും ചെറുതാണെങ്കിൽ അതിനോട് നമുക്ക് തോന്നേണ്ടത് വാത്സല്യമാണ്. നമ്മളും ഉയർന്നതാണെങ്കിൽ അതിനോട് തോന്നേണ്ടത് ആദരവാണ്. നമ്മൾ സമത്വത്തിന്റെ ലോകത്താണല്ലോ ജീവിക്കുന്നത്. ഇവിടെ സമം എന്നുള്ളത് പ്രകൃതിയിലേ ഇല്ലാത്ത ഒരു വസ്തുതയാണ്. വലുതും ചെറുതും ഉണ്ട്. വലുതിന് ചെറുതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, ചെറുതിന് വലുതിന്റെ മുന്നിൽ വിസ്മയത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റും. ഈ ഒരു ക്രമീകരണത്തിലാണ് ഇവയെല്ലാം ക്ലബ് ചെയ്തിട്ടുള്ളത്. ഇതിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മൾ നോക്കുന്നിടത്തെല്ലാം എല്ലാത്തിന്റെയും ആത്മത്തെ നമുക്ക് കാണാൻ കഴിയും. ഒരു കുഞ്ഞിനെ കാണുമ്പോൾ വാത്സല്യപൂർവ്വം കാണാൻ കഴിയും. ഒരു മൃതവസ്തുവിനെ കാണുമ്പോൾ അവിടെ വാത്സല്യം എന്നുള്ള വികാരമായിരിക്കില്ല, പക്ഷെ സൗന്ദര്യം എന്നുള്ളതിനെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഒരു വലുതിനെ കാണുന്ന സമയത്ത് അതിന്റെ ഭീമാകാരതയിൽ, അതിന്റെ വലുപ്പത്തിൽ നമുക്ക് ആദരിക്കാൻ കഴിയും. ഈ വിധത്തിൽ നമ്മൾ മുമ്പിൽ കാണുന്ന ഓരോന്നിനെയും അതാതിന്റെ സ്ഥാനത്ത് നിലനിർത്തി കാണാനുള്ള, അതിന്റെ സ്വഭാവവിശേഷത്തെ തിരിച്ചറിയാനുള്ള നമ്മുടെ തുറവിയാണ് നമ്മളുടെ ആത്മീയത എന്ന് പറയുന്നത്. ആത്മീയരാവുക എന്ന് പറയുന്നത് നമ്മളെ വിപുലപ്പെടുത്തുക എന്നുള്ളതാണ്. ഞാൻ ഒരു കേവല വ്യക്തിയായിരിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നതല്ല ഞാൻ ഒരു അച്ഛനാകുമ്പോൾ മനസ്സിലാക്കുക. അതല്ല ഞാൻ ഒരു കാറിനകത്ത് കയറി ഒരു ഡ്രൈവറുടെ വേഷം കെട്ടുമ്പോൾ മനസ്സിലാക്കുക. ഇല്ലേ, നമ്മൾ ഈ ഒരേ ആള് തന്നെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത ഭാവങ്ങൾ സ്വായത്തമാക്കുന്നുണ്ട്.
ഇതുപോലെ ആ വേണ്ടുന്ന ഇടങ്ങളിൽ വേണ്ടുന്ന തലത്തിൽ സ്വായത്തമാക്കാനുള്ള ഒരു കോമ്പാറ്റബിലിറ്റി നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ ആത്മീയരാകുന്നു. ഇതാണ് ആത്മീയത. ഈ വഴിക്കാണ് നമ്മൾ ആത്മീയതയെ മനസ്സിലാക്കേണ്ടത്. ഇതാണ് പ്രകൃതി ആത്മീയതയുടെ കാതൽ. ഇത് മതം പറയുന്ന ആത്മീയതയല്ല, അതിലും വിപുലമായിട്ടുള്ള തുറന്ന സ്വതന്ത്രമായിട്ടുള്ള ഒരു ആത്മീയ ധാരയാണ്. മതം പറയുന്ന ആത്മീയത തെറ്റാണെന്ന് ഞാൻ പറയില്ല. സാധാരണ ആളുകളെ, ഇതൊന്നും ചിന്തിച്ചു തുടങ്ങാത്ത ആളുകളെ ആത്മത്തിന്റെ ആ ഭാവത്തിന്റെ ക്രമം വിട്ടുപോകാതിരിക്കാൻ പഴയ ആചാര്യന്മാരുണ്ടാക്കി വെച്ചൊരു വ്യവസ്ഥയാണത്. അത് കച്ചവടവൽക്കരിക്കപ്പെട്ടപ്പോൾ അതിന്റെ രൂപവും ഭാവവും പെരുമാറ്റവും ഒക്കെ മാറി. പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന മറ്റൊരു ഗുണം എന്താന്ന് വെച്ചാൽ, മതങ്ങൾ ഉള്ളത് കൊണ്ടാണ് ആളുകൾ വിസ്ഫോടനാത്മകമായിട്ട് കൂട്ടം പിരിഞ്ഞ് തെറിച്ചു പോകാത്തത്, വിഘടിച്ചു പോകാത്തത്, ചേർന്ന് നിൽക്കുന്നത്. ഈ നന്മയുള്ളപ്പോ അതിനപ്പുറത്ത് വേറെ കുറെ തിന്മകളും കൂടെ ഉള്ളത് കൊണ്ടാണ് മതം പാടില്ല എന്ന് പലരും പറയുന്നത്. ഞാൻ കടുത്തൊരു മതവിരോധിയായിരുന്നു. ഇപ്പൊ എനിക്ക് മതവിരോധമില്ല. കാരണം മതം അതിന്റെ ഗുണങ്ങൾ സെർവ് ചെയ്യുന്നുണ്ട്. ഇനി മതം സെർവ് ചെയ്യാത്ത ഗുണങ്ങൾ, അല്ലെങ്കിൽ മതം തെറ്റി ഉപയോഗിക്കുന്ന വേറെ കുറെ ക്രമങ്ങളുണ്ട്. അവയോട് വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് പ്രകടിപ്പിക്കാതെ മാറി നിൽക്കുന്നു. കാരണം അവിടെ കലഹം ആവശ്യമില്ല. ഞാൻ അതിനോട് കലഹിക്കാൻ പോകുന്ന സമയത്ത് വീണ്ടും പ്രകൃതിയിൽ ഒരു പുതിയ സ്പർദ്ധ, ഒരു പുതിയ പ്രക്ഷുബ്ധത ഉണ്ടായി വരികയാണ്, ഒരു പുതിയ ടർബുലൻസ് ഉണ്ടായി വരികയാണ്. ആ ടർബുലൻസ് ഉണ്ടാകാതിരിക്കാനായിട്ട് ഞാൻ അതിനോട് വിക്ഷോഭിക്കാതിരിക്കുന്നു. ഓരോ പ്രതിരോധവും പ്രതിരോധിക്കുന്നത് എന്തോ അതിനെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുക. നമ്മൾ മതത്തെ പ്രതിരോധിക്കുന്ന സമയത്ത് മതം ശക്തിപ്പെടുകയാണ് ചെയ്യുക. മതത്തിൽ നന്മകളുള്ളപ്പോൾ അത് ശക്തിപ്പെടുന്നത് നല്ലതന്നെ. മതത്തിൽ തിന്മകളുള്ളപ്പോൾ അതിനെ ശക്തിപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ അവയിൽ നിന്നും ബുദ്ധിപൂർവ്വം മാറി നിൽക്കുക, നന്മയെ അംഗീകരിക്കുക. ഈ വിധത്തിൽ നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള സർവ്വതിലും സവിശേഷ മൂല്യങ്ങളൊക്കെ. മതത്തെ തൽക്കാലത്ത് മതം നമ്മുടെ ഒരു പ്രധാന വിഷയമല്ലാത്തതുകൊണ്ട് അതിനെ മാറ്റി വയ്ക്കുക. മതത്തെ ചർച്ച ചെയ്യേണ്ടി വരുന്നത് മതമാണ് ആത്മീയത നമ്മെ പരിചയപ്പെടുത്തിയത് എന്നുള്ളത് കൊണ്ടാണ്. മതം പറയുന്ന ആത്മീയതയല്ല ഇവിടെ പറയുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ പറയുന്ന ആത്മീയത എന്ന് പറയുന്നത് പൊതുഭാഷയിൽ അത് ആത്മീയത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവുന്നുള്ളത് കൊണ്ട് ആ പദം തന്നെ ഉപയോഗിക്കുന്നു. ഏതൊന്നിന്റെയും ആന്തരിക മൂല്യത്തെ മനസ്സിലാക്കാനുള്ള നമ്മുടെ ശേഷിയാണ്. അതറിഞ്ഞ് കൃത്യമായിട്ട് പെരുമാറാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മൾ കൃത്യമായ രാഷ്ട്രീയരും ആകുന്നു. നല്ല ആത്മീയരും രാഷ്ട്രീയരുമാകേണ്ടത് ഏതൊരു വ്യക്തിയുടെയും ധർമ്മമാണ്. നിങ്ങളും നല്ല ആത്മീയരാവുക, നല്ല രാഷ്ട്രീയരാവുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ അവതരണം ഇവിടെ നിർത്തുന്നു. ചോദ്യത്തിലൂടെ നമുക്ക് മുൻപോകാം. സന്തോഷം. നന്ദി. നമസ്കാരം.